സക്സസ്ഫുൾ ആൻഡ് പ്രൊഡക്റ്റീവ് വീക്കെൻഡ് ആയിരുന്നോ? സിനി പറഞ്ഞോളൂ. സിനി കൈവന്നിട്ടുണ്ട്. വേറെ ആർക്കായിരുന്നു സക്സസ്ഫുൾ ആയിരുന്നു? പ്രൊഡക്റ്റീവ് ആൻഡ് സക്സസ്ഫുൾ ആയി പോട്ടെ. എൽദോ, അനീഫ. ഓക്കെ, എന്തായിരുന്നു സിനി പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള വീക്കെൻഡ്? രണ്ടു ദിവസം ട്രേഡ് എടുക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ടായില്ല. 2 ദിവസം. അപ്പൊ അതിന്റെ എല്ലാം കൂടി ഇന്ന് നെഗറ്റീവ് പ്രോഫിറ്റ് കിട്ടിയിരുന്നു. ആ 2 ദിവസം എടുക്കാൻ പറ്റാത്തതും കൂടി ഇന്ന് എനിക്ക് കിട്ടിയിട്ടുണ്ട്. സാറ് രാവിലെ പറഞ്ഞ ട്രേഡ് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. കണ്ടൊന്നുമില്ലല്ലോ. ഞാൻ എത്ര തവണ എടുത്തിട്ടുണ്ടോന്ന് ചോദിച്ചിട്ടൊന്നും മിണ്ടിയും കേട്ടില്ലല്ലോ. ഞാൻ അത് ഇട്ട് വെച്ചിട്ട് എനിക്ക് ബാങ്ക് പോവാനുണ്ടായി സാർ. സ്റ്റോപ്പ് ലോസ് എല്ലാം ഇട്ട് വെച്ചിട്ട് പോയി. ഞാൻ തിരിച്ചു വന്നപ്പോ ഞാൻ കണ്ടത്. അപ്പൊ തിരിച്ചു വരുമ്പത്തേ സാറ് പറഞ്ഞ സെക്കൻഡ് ടാർഗറ്റിലേക്ക് എത്തിനി. അത് അപ്പോഴേ ഞാൻ കൊടുത്തു എക്സിറ്റ് ആയതോ? എക്സിറ്റ് ആയത്. കൊടുത്തു. ഭാഷ അറിയുന്നതൊക്കെ. ബാങ്കില് എപ്പോഴും ശ്രദ്ധിക്കണം കേട്ടോ. ഒരുപാട് പൈസ വരുമ്പോൾ ആൾക്കാര് ടാക്സ് അടയ്ക്കണം. ഒരുപാട് പൈസ കോടികളൊന്നും ഇട്ടെടുത്തിട്ടോ ബാങ്കില്. ഉണ്ടെങ്കിൽ ഇവിടെ ഉള്ള ആൾക്കാർക്ക് കുറച്ച് കൊടുക്കാം. അപ്പൊ എനിക്ക് 2 ദിവസം എടുക്കാൻ പറ്റാത്തതും കൂടി ഇന്ന് എനിക്ക് നികത്താൻ വേണ്ടി പറ്റിയിട്ടുണ്ടല്ലേ? പ്രോഫിറ്റിൽ തന്നെയാണ് പോകുന്നത്? പ്രോഫിറ്റ് തന്നെ. ഓക്കെ. എന്താണ് എൽദോ ഈ ആഴ്ചയിലെ സക്സസ്ഫുൾ ഞാനിപ്പോ പ്രൊഡക്റ്റീവ് വീക്കെൻഡ് ആയിരുന്നെങ്കിൽ എങ്ങനെയായിരുന്നു എന്ന് പറഞ്ഞോളൂ. ഓൾമോസ്റ്റ് ഇപ്പൊ കഴിഞ്ഞ ദിവസങ്ങളെല്ലാം തന്നെ ലോസ് തന്നെ ആയിരുന്നു. പക്ഷെ ഇന്നത്തെ ആ ഒരു ട്രേഡ് ഞാൻ എടുത്തിരുന്നു രാവിലെ. സാർ ഇടണക്ക് തൊട്ട് ജസ്റ്റ് മുന്നേ ഞാൻ എൻട്രി ആയിരുന്നു. പക്ഷെ അത് കുറച്ച് ഹോൾഡ് ചെയ്ത് പിന്നെ ഒരുപാട് ബാക്കോട്ട് വന്നപ്പോഴാണ്. പക്ഷെ ഞാൻ 2-3 പ്രാവശ്യമായിട്ട് ക്ലോസ് ചെയ്തു. സിംഗിൾ ആയിട്ടല്ല ക്ലോസ് ചെയ്തത്. എന്നാലും ലാസ്റ്റ് ക്ലോസ് ചെയ്ത് 59+ ആണ് വന്ന റേഞ്ചിലാണ് ക്ലോസ് ചെയ്തത്. പക്ഷെ എന്നാലും കുഴപ്പമില്ല. അത്യാവശ്യം കഴിഞ്ഞ ആഴ്ചത്തെ ഒരു ലോസ് അത്യാവശ്യം മാനേജ് ചെയ്യാൻ പറ്റി. ഫുൾ റിക്കവർ ആയിട്ടില്ലെങ്കിലും മാനേജ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് അല്ലേ? ഓക്കെ. അനീഫ പറയൂ, എന്തായിരുന്നു അനീഫ ഈ ആഴ്ചയിലെ സക്സസ്ഫുൾ ആൻഡ് പ്രൊഡക്റ്റീവ് വീക്കെൻഡ് ആയിരുന്നെങ്കിൽ എങ്ങനെ? ആസ് യൂഷ്വൽ സാറിന്റെ അനാലിസിസ്. പിന്നെ സാറിന്റെ ഇപ്പൊ സാർ എടുത്തിരിക്കുന്ന മോർണിംഗ് എടുത്തത് ഞാൻ ജസ്റ്റ് കണ്ടപ്പോഴേക്കും എൻട്രി പോയപ്പോ സാറിന്റെ സ്ട്രാറ്റജി വെച്ചിട്ട് അടുത്ത തേർഡ് ടച്ച് കിട്ടിയത് 58-ലായിരുന്നു. 58-57 ഞാൻ എൻട്രി എടുത്തിട്ട് 62 ക്ലോസ് ചെയ്തു. 62-63 ഞാൻ ക്ലോസ് ചെയ്തു. സ്ട്രാറ്റജി ബേസിലാണ് പിന്നെ എടുത്ത എൻട്രീസ്. അതിൽ തന്നെ കംപ്ലീറ്റ്ലി എനിക്ക് സക്സസ്ഫുൾ ആയിട്ടുള്ളതും സാറിന്റെ സ്ട്രാറ്റജി വെച്ചിട്ടുള്ളതാണ്. ഈ വീക്കിലെ കംപ്ലീറ്റ് ഓൾമോസ്റ്റ് എടുത്തിരിക്കുന്നതെല്ലാം സ്ട്രാറ്റജി വെച്ചിട്ടുള്ളതാണ് ഞാൻ മെൻഷൻ ചെയ്തിട്ടുള്ളത്. കൺട്രോൾ ചെയ്യാൻ പറ്റുന്നു. എന്താ പറയാ, മൈൻഡ് കൺട്രോൾ ചെയ്യാനുള്ളത് ഓഫ്കോഴ്സ് കിട്ടുന്നുണ്ട്. വേറെ ആർക്കെങ്കിലും പ്രൊഡക്റ്റീവായിട്ട് എന്തെങ്കിലും ചെയ്ത ആളുകളുണ്ടോ അവിടെ ഈ ഒരാഴ്ച? ഞാൻ വീക്കെൻഡ് എന്നാണ് കൊടുത്തിരിക്കുന്നത്. ഒരു വീക്കായിട്ട് എടുത്താണ്. വീക്കെൻഡ് എന്ന് പറയുമ്പോൾ എന്നാണ്. പക്ഷേ ഈ ഒരാഴ്ച മുഴുവൻ എന്തെങ്കിലും പ്രൊഡക്റ്റീവായിട്ട് നിങ്ങൾക്ക് കിട്ടി അല്ലെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റി എന്ന് തോന്നിയ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കൈവന്നിച്ചോ. ഓക്കെ, അഭിഷേക് പറഞ്ഞോളൂ. എന്തായിരുന്നു പ്രൊഡക്റ്റീവായിട്ട് ചെയ്തത് അല്ലെങ്കിൽ പ്രൊഡക്റ്റീവായിട്ട് കിട്ടിയത് എന്തായിരുന്നു? പ്രൊഡക്റ്റീവായിട്ട് കിട്ടിയെന്ന് പറയാന്ന് വെച്ചെങ്കിൽ ഞാന് എനിക്ക് തന്നിരുന്ന ടാസ്ക് മിക്ക വീഡിയോസും ഞാൻ 2-3 വട്ടമൊക്കെ ഇരുന്ന് കണ്ട് കംപ്ലീറ്റ് ചെയ്തിരുന്നു. അപ്പോ ഒരുപാട് പുതിയ അറിവുകൾ എനിക്ക് അതിലൂടെ കിട്ടിയിരുന്നു. അപ്പൊ ഞാൻ ഈ ഒരു വീക്ക് നമ്മുടെ ആ ഒരു വീക്കില് എന്താണ് ചെയ്യണമെന്നുള്ള കാര്യങ്ങളൊക്കെ പക്കയായിട്ട് തന്നെ ഞാൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു വീക്ക് എല്ലാ വീഡിയോസും ഞാൻ കണ്ടു. എന്നാലും കുറച്ച് ഡൗട്ടുകളൊക്കെ ഉണ്ട്. അത് എനിക്ക് തോന്നുന്നത് റിയൽ ട്രേഡുകളൊക്കെ എടുത്ത് തുടങ്ങുമ്പോൾ ചിലപ്പോൾ അത് ഓട്ടോമാറ്റിക് ആയിട്ട് തന്നെ നമുക്കത് ഫില്ലപ്പ് ചെയ്യാൻ പറ്റുന്നതാണ് എനിക്ക് തോന്നുന്നത്. വീഡിയോസ് കണ്ടിട്ട് എന്ത് തോന്നി? വീഡിയോസ് കണ്ടിട്ട് എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊക്കെ തോന്നി. എന്നാലും ചില ഭാഗങ്ങളിൽ എനിക്കൊരു ക്ലാരിറ്റി കിട്ടാത്തൊക്കെ ഉണ്ട്. അതായത് ഇപ്പൊ മാർക്ക് സ്ട്രക്ചർ വരയ്ക്കണേല് ഇപ്പൊ SMC പഠിച്ചിട്ടുണ്ട്. അപ്പൊ ആ SMC ഇതൊക്കെ ഒരുപാട് അറിവുകൾ കിട്ടിയോണ്ട് തന്നെ ഭയങ്കര അധികം ഇതൊക്കെ കൂട്ടി കലർന്നിട്ട് ആകെ ഒരു കൺഫ്യൂഷൻസ് ഉണ്ട് എനിക്ക്. ഞാൻ പറഞ്ഞുതരാം. SMCയിലെ ഇൻഡ്യൂസ്മെന്റ് ഒരു മെയിൻ ആയിട്ടുള്ള ഘടകമാണ്. ഇൻഡ്യൂസ്മെന്റ് ഞാൻ ഡയറക്റ്റ് ആയിട്ട് പിക്ക് ചെയ്തില്ല, പക്ഷെ ഇൻഡയറക്റ്റ് ആയിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാം. ഞാൻ പറഞ്ഞല്ലോ, അടുത്തൊരു സ്ട്രക്ചർ മാർക്കറ്റ് സ്ട്രക്ചറിന്റെ ഒരു വീഡിയോ ഞാൻ പകുതിയാക്കി വെച്ചിട്ട് എന്നാലും ഇന്നും ഞാൻ ചെയ്തിട്ടില്ല. അത് കയറി വരുമ്പോ ആ ഒരു വീഡിയോ കഴിയുന്ന സമയത്ത് മിക്കവാറും നാളേക്ക് ഞാനത് കംപ്ലീറ്റ് ചെയ്യും. അപ്പൊ നാളേക്ക് കഴിഞ്ഞ മറ്റന്നാൾക്ക് നിങ്ങൾക്ക് കിട്ടും. അത് കഴിയുന്ന സമയത്ത് മാർക്കറ്റ് സ്ട്രക്ചറിന്റെ ബേസിക് ആയിട്ട് കിട്ടും. പിന്നെ അത് മാത്രമല്ല, മാർക്കറ്റ് സ്ട്രക്ചറിന് ബേസിക് മാത്രമല്ല പല കൺസെപ്റ്റുകളുണ്ട്. ഇപ്പൊ SMC കോൺസെപ്റ്റ് ഉണ്ട്, അതുപോലെ തന്നെ ICT കോൺസെപ്റ്റ് ഉണ്ട്. ICTയിൽ തന്നെ പല ഇതുണ്ട് കൺസെപ്റ്റ്. അപ്പൊ ഇതെല്ലാം ഡേ ബൈ ഡേ ആയിട്ട് അല്ലെങ്കിൽ ഒരു
ഡേ ബൈ ഡേ എന്നല്ല, ഓരോ പാർട്ട് ബൈ പാർട്ടായിട്ട് നിങ്ങൾക്ക് കിട്ടും. മാർക്കറ്റ് സ്ട്രക്ചർ ഇപ്പോ ഞാൻ പഴയ വീഡിയോസ് ഇപ്പൊ കണ്ട വീഡിയോ പഴയ വീഡിയോ ആണ്, അഭിഷേക് കണ്ട വീഡിയോ പഴയ വീഡിയോ ആയിരിക്കും. പുതിയ വീഡിയോയിൽ മാർക്കറ്റ് സ്ട്രക്ചർ ഉണ്ടോ? പുതിയ വീഡിയോയിൽ ഉണ്ട് ഇല്ല പറഞ്ഞിട്ടുണ്ട്. ഉണ്ട്, മറ്റേ ആ ഒരു എൻട്രിയുടെ ഇതിൽ പറയുന്നുണ്ട്. ഞാൻ പക്ഷെ പഴയ വീഡിയോസ് രണ്ടും തൊട്ട് ഞാൻ കണ്ടിരുന്നു. ഞാൻ സനിച്ചേട്ടന്റെ അടുത്ത് ഞാൻ സനിച്ചേട്ടന് മെസ്സേജ് ആയിട്ട് ചോദിച്ചായിരുന്നു, പുതിയ ഇതില് മറ്റേ മാർക്കറ്റ് മാപ്പിംഗ് സ്ട്രക്ചർ മാപ്പിങ്ങിന്റെ അത് വീഡിയോസ് ഇല്ലല്ലോ എന്ന് പറഞ്ഞിരുന്നു. ഞാൻ കൊടുക്കാത്തതിന്റെ പ്രശ്നമാണോ? എഡിറ്റ് ചെയ്തെല്ലാം സനിച്ചേട്ടൻ പറഞ്ഞായിരുന്നു അത് 2 ദിവസം വരുന്നു പറഞ്ഞായിരുന്നു എന്റെ അടുത്ത്. ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോ നിങ്ങളെ പഠിപ്പിക്കുന്ന ക്ലാസിക്കൽ എക്സാമ്പിൾ ആണ്. പഴയതിൽ ഞാൻ പറഞ്ഞത് ക്ലാസിക്കൽ എക്സാമ്പിൾ ആണ്. അതിന്റെ ഉള്ളിൽ തന്നെ എന്താ മാർക്കറ്റ് സ്ട്രക്ചറിന്റെ ഉള്ളിൽ തന്നെ സ്ട്രക്ചർ ക്രിയേറ്റ് ആവും. ലോവർ ടൈം ഫ്രെയിമിലും ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ ഷോർട്ടർ ലോവർ ടൈം ഫ്രെയിം വെച്ചാൽ ചെറിയ ടൈം ഫ്രെയിമിലും, അതുപോലെ തന്നെ ഇന്നർ സ്ട്രക്ചർ ഉണ്ടാവും. ഇന്നർ സ്ട്രക്ചർ ഒന്നും ഞാൻ അതിൽ പറഞ്ഞിട്ടില്ല. ഇന്നർ സ്ട്രക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5 മിനിറ്റിന്റെ സ്ട്രക്ചർ ആണെങ്കിൽ അതിന്റെ ഉള്ളിൽ തന്നെ സ്ട്രൈറ്റ് സ്ട്രക്ചർ അല്ലാതെ ഇന്നർ സ്ട്രക്ചറുകൾ ഉണ്ടാവും. അത് നിങ്ങൾ മാർക്കറ്റിൽ ഇരിക്കുമ്പോൾ അല്ലെങ്കിൽ ഞാൻ പറഞ്ഞുതരാം, ജസ്റ്റ് പറഞ്ഞു തരുന്നുള്ളൂ. അതൊന്നും ഞാനിപ്പോ പറയുന്നില്ല. ഇപ്പൊ എന്താണ്, ഇപ്പൊ നിങ്ങൾക്ക് എൻട്രി എടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ക്ലാസിക്കൽ സ്ട്രക്ചർ ആണ് പറഞ്ഞത്. നിങ്ങൾ ആ സ്ട്രക്ചറിക്ക് ഇന്ന സ്ട്രക്ചറിക്ക് ഇൻഡ്യൂസ്മെന്റിക്കും കാര്യങ്ങൾക്കൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ അതോടൊപ്പം തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, SMCയുടെ ഫുൾ കൺസെപ്റ്റ് പഠിക്കാം. ഇൻഡ്യൂസ്മെന്റ് വെറുതെ ഒരു ഇൻഡ്യൂസ്മെന്റ് വന്ന് എടുത്ത് പോകണമല്ല. മാർക്കറ്റ് ഇൻഡ്യൂസ്മെന്റ് എടുത്തതിന് ശേഷം അതിന് ഇൻഡ്യൂസ്മെന്റ് ഇപ്പൊ താഴത്തേക്കാണ് വരുന്നുണ്ടെങ്കിൽ അതിന് എന്താ ഇൻഡ്യൂസ്മെന്റ് എടുത്തതിന് ശേഷം അവിടെ ഒരു സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ഉണ്ട്. അപ്പൊ ഈ ആദ്യം നിങ്ങൾ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ഐഡന്റിഫൈ ചെയ്ത് കറക്റ്റ് ആയിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ മാർക്കറ്റ് സ്ട്രക്ചർ വരുന്ന ഏരിയ അല്ലെങ്കിൽ മാർക്കറ്റ് സ്ട്രക്ചറിൽ ഇൻഡ്യൂസ്മെന്റ് എടുത്തിട്ട് താഴത്തേക്ക് വന്നിട്ട് വീണ്ടും എവിടുന്ന് സപ്പോർട്ട് എടുത്ത് പോയി ആ ഒരു സപ്പോർട്ട് ഏരിയ, അതുപോലെ തന്നെ മുകളിൽ നിന്ന് താഴത്തേക്ക് വരുന്ന സമയത്ത് എവിടുന്ന് റെസിസ്റ്റൻസ് എടുക്കും, അതൊക്കെ മനസ്സിലാക്കാം. ആദ്യം സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസിലേക്ക് നിങ്ങൾക്ക് വരാം, അതിൽ പഠിക്കാം. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ അഡ്വാൻസ്ഡ് ലെവലൊക്കെ വരുന്നത്. അത് പറഞ്ഞുതരാം, ഞാൻ പറഞ്ഞില്ല, അതൊക്കെ പറഞ്ഞുതരാം. ഇപ്പൊ മാർക്കറ്റ് സ്ട്രക്ചർ എന്താ ചെയ്യാന്ന് വെച്ചാൽ ഒന്ന് വെയിറ്റ് ചെയ്യുക, 2 ദിവസം വെയിറ്റ് ചെയ്യുക. അപ്പൊ നിങ്ങൾക്ക് ഏകദേശം ക്ലിയർ ആയി കിട്ടും കേട്ടോ. ഓക്കെ, ഇത് പറഞ്ഞോളൂ. ഓക്കെ സാർ, താങ്ക് യു. ഇത് പറഞ്ഞോളൂ. ഇത് വെറുതെ കൈവയ്ക്കുക. പോയാ ഹലോ, അല്ല സാറേ, ഞാനത് മ്യൂട്ടിന്റെ വീണ്ടും ആ കൈകള് തൊട്ടുപോയത്. നല്ലൊരു ലേണിംഗ് കാര്യം സാറ്. വീഡിയോ ഒക്കെ കണ്ടിട്ട് അത് ഇംപ്ലിമെന്റ് ചെയ്ത് നോക്കുന്നുണ്ട്. അപ്പൊ കൂടുതൽ സമയമൊന്നും ഈ ഒബ്സർവേഷന് സിസ്റ്റം നോക്കി ഇരിക്കാൻ പറ്റാറില്ല. എന്നിരുന്നാൽ കൂടിയിട്ട് കിട്ടുന്ന സമയം മാക്സിമം വർക്ക്ഔട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ നല്ല പോസിറ്റീവ് ആയിട്ടുള്ളത് തന്നെയാണ് സാറേ ഈ കഴിയൊരു വീക്കും തുടങ്ങിയിട്ടില്ല. അതുകൊണ്ട് ഇപ്പൊ വൈകുന്നേരങ്ങളിലാണ് ഇരിക്കാൻ പറ്റുള്ളൂ. അപ്പോഴും ഈ ക്ലാസ്സിന്റെ ഇടയിലാണ് പിന്നെ ഇരിക്കുന്നത്. ഞാൻ അതിന്റെ ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ ഞാൻ കണ്ടെത്തുന്നുണ്ട് സാർ. അത്രയും തന്നെ ഞാൻ എന്തായാലും നെക്സ്റ്റ് വീക്കിൽ എന്തായാലും ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്യും സാർ. മൺഡേ തൊട്ട് എന്തായാലും സ്റ്റാർട്ട് ചെയ്യും. സാറേ, പ്രൊഡക്റ്റീവ് ആയിട്ട് എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് ആണ്, പ്രൊഡക്റ്റീവ് ആണ്. ഇപ്പൊ സാറ് പറഞ്ഞ മാതിരി ഇപ്പൊ 3 ദിവസം ചെയ്തപ്പോ തന്നെ മൈൻഡ് എന്തൊക്കെ ഒരു സുഖം പോലെ ഫീൽ ചെയ്യുന്നുണ്ട്. സാറ് പറഞ്ഞ പോലെ തന്നെ നമ്മള് കറക്റ്റ് ട്രേഡ് എടുക്കാതെ തന്നെ മാർക്കറ്റിൽ ഇരുന്നുകൊണ്ട് ലൈവായിട്ട് ഇരുന്നുകൊണ്ട് നമ്മൾ ചാർട്ട് വരച്ചിട്ട് അത് ബിഫോർ ആൻഡ് ആഫ്റ്റർ നമ്മൾ സ്ക്രീൻഷോട്ട്സ് എടുത്ത് ഇപ്പോൾ ഡോക്യുമെന്റ് ആക്കി അതൊരു പെർഫെക്റ്റ് ആയിട്ട് ചെയ്ത് നോക്കുമ്പോൾ എന്തോ ഒരു സംഭവം നമ്മുടെ മൈൻഡിൽ ഒരു സുഖം കിട്ടുന്നുണ്ട്. എന്തോ നടക്കുന്നുണ്ട് അല്ലേ, ഇതുവരെ ഇല്ലാത്തൊരു സംഭവം കിട്ടുന്നുണ്ട്. അതെ. അപ്പൊ അത് തന്നെയാണ് എന്റെ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള കാര്യം. കഴിഞ്ഞു സാറേ. ഓക്കെ. അപ്പോ വേറെ ആർക്കും എന്തെങ്കിലും പറയണ്ടോ? നമുക്ക് അനാലിസിസിലേക്ക് കടന്നിട്ട് പോവാം. നമ്മളിപ്പോ ഡയറക്റ്റ് വീക്ക്ലി അനാലിസിസിലേക്ക് കടക്കുന്നതിന് മുന്നേ നമുക്ക് പറയാനുള്ള ഒരു കാര്യം ഉണ്ടായിരുന്നു. കഴിഞ്ഞ ആഴ്ച ഞായറാഴ്ച ഞാനൊരു പുതിയൊരു ചാനൽ ഓപ്പൺ ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങളുടെ നെക്സ്റ്റ് വീക്കിലെ പെർഫോമൻസ് സ്വയം എന്ത് ചെയ്യണമെന്ന് സ്വയം എഴുതിയിടാൻ, അല്ലെങ്കിൽ നിങ്ങൾ ഒരു 5 പോയിന്റെങ്കിലും മിനിമം എഴുതിയിടാൻ പറഞ്ഞു. അതിൽ സക്സസ്ഫുൾ ആയ ആരെങ്കിലും ഉണ്ടോ? എഴുതിയിട്ട കാര്യങ്ങൾ എല്ലാം 100% സക്സസ് ചെയ്ത, അല്ലെങ്കിൽ 100%ഓളം ഫോളോ ചെയ്ത, ഒരുപക്ഷെ ട്രേഡിന്റെ കാര്യം ട്രേഡുള്ള ആളുകൾ ട്രേഡിന്റെ കാര്യം, ട്രേഡ് എടുക്കാത്ത ആളുകളുണ്ടാവും. ഞാൻ ഇന്ന എഴുതിയിട്ട് അതേപോലെ ചെയ്ത ആൾക്കാർ ആരെങ്കിലും ഉണ്ടോ അവിടെ? ഹനീഫ പറഞ്ഞോളൂ. 100% എഴുതിയിട്ടുണ്ട്. ഓക്കെ. ട്രേഡുകളൊന്നും ഗ്രൂപ്പിൽ കാണുന്നില്ല, സ്ക്രീൻഷോട്ടുകൾ എന്താണ്? അല്ല, ട്രേഡ് എന്താ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ഞാൻ സെയിൽസിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പൊ ഞാൻ MT5 ആണ് ഞാൻ ട്രേഡിന് വേണ്ടിട്ട് യൂസ് ചെയ്യുന്നത് ചാർട്ടായിട്ട്. അപ്പൊ സാറിന് ഞാൻ 2 പ്രാവശ്യമായിട്ട് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ സാറ് ഡിലീറ്റും ചെയ്തിട്ടുണ്ട് മുമ്പേ. MT5 ആയിട്ട് മുമ്പ് MT5 ആയിട്ടല്ല ഇട്ടത്. അത് ട്രേഡ് പറയാത്ത ട്രേഡ് വന്നതിന് ശേഷമാണ് ഞാൻ ഇട്ടിട്ടുള്ളത്. അന്ന് സിഗ്നൽ പോലെയാണ് ഇട്ടുണ്ടായിരുന്നത്. അതുകൊണ്ടായിരിക്കും ഞാൻ ചെയ്തത്. പക്ഷെ എനിക്ക് അങ്ങനെ ഫോണിൽ ചെയ്യുമ്പോ ഇതാണ് വിഷയം. MT5ലാണ് ഞാൻ ചെയ്യുന്നത്. അപ്പൊ അത് എനിക്ക് സ്ക്രീൻഷോട്ട് എടുത്തിട്ട്, അതായത് മറ്റുള്ളവർ ചെയ്യുന്ന പോലെ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് വരച്ച് ചെയ്യാൻ സിസ്റ്റത്തിലല്ല. കാരണം ഞാൻ ഫീൽഡ് വർക്കാണ്.
സെയിൽസിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ എനിക്കത് എൻട്രി ചെയ്യുമ്പോൾ എനിക്ക് സക്സസ്ഫുൾ ആയിട്ട് ഒരു ചാർട്ട് പോലെ തരാൻ എനിക്ക് ചെയ്യാൻ പറ്റുന്നില്ല. അതുകൊണ്ടാണ് അത്. അല്ലെങ്കിൽ ഡൗട്ട് വരുമ്പോഴൊക്കെ അതിലിടാൻ പോലും എനിക്ക് കാരണം ഫോൺ MT5 ചെയ്യുന്നതുകൊണ്ടാണ് എനിക്ക് പറ്റാത്തത്. ഓക്കെ, ടൈജിൽ പറയൂ. ടൈജിൽ സംസാരിച്ചോളൂ. എന്തായിരുന്നു ഇതെല്ലാം? ഞാൻ 4 കാര്യങ്ങളായിരുന്നു എഴുതിയിട്ടിരുന്നത്. ഒന്ന്, ട്രേഡ് റൂട്ടിന്റെ സ്ട്രാറ്റജി മാത്രമേ ഫോക്കസ് ചെയ്യുള്ളൂ. അതേപോലെ സാറ് പറഞ്ഞ പോലെ ഒരു 50 ട്രേഡിംഗിൽ നമ്മളിങ്ങനെ ചെയ്തതിന് ശേഷം റിയൽ ട്രേഡ് എടുക്കുള്ളൂ. അതേപോലെ തന്നെ സൈക്കോളജി ഇമ്പ്രൂവ് ചെയ്യുക, ആവറേജിങ് അവോയ്ഡ് ചെയ്യുക. ഈ 4 കാര്യം ഈ കഴിഞ്ഞ 3 ദിവസമാണല്ലോ ഞാൻ സ്റ്റാർട്ട് ചെയ്തത്. ഈ 3 ദിവസം എനിക്ക് ഫോളോ ചെയ്യാൻ കഴിഞ്ഞു. 3 ദിവസം സ്റ്റാർട്ട് ചെയ്യാൻ കാരണം എന്താണ്? കയ്യിലിരിക്കുന്ന ക്യാപിറ്റൽ പോയിട്ടല്ലേ? അല്ലെങ്കിൽ തുടങ്ങൂലല്ലോ. അപ്പൊ പിന്നെ 100% ആവാ? അല്ല, ഞാൻ എഴുതിയ പോയിന്റ്സ് 100% കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ 2 പേര് ചെയ്തിട്ടുണ്ട്. ബാക്കിയുള്ള ആൾക്കാർക്കൊന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല. ചെയ്യാൻ പറ്റിയത് പല കാരണങ്ങൾ കൊണ്ടായിരിക്കാം. അത് ആൽവിൻ പറഞ്ഞോളൂ. ആൽവിൻ അവസാനം കൈവരിച്ചു. ഞാനേ വർക്കിനിടയിലായിരുന്നു. അതാണ് പെട്ടെന്ന് എനിക്ക് പൊന്തിക്കാൻ പറ്റിയില്ല. പിന്നെ ഞാൻ ഇവരുടെ സംസാരം കേട്ടപ്പോഴാണ് എനിക്ക് എന്താ ഡിസ്കഷൻ എന്ന് മനസ്സിലായത്. എനിക്ക് ഓൾറെഡി ഫസ്റ്റ് മൺഡേ തന്നെ എന്റെ ടാർഗറ്റ് അച്ചീവ് ചെയ്യണ്ടായിരുന്നു. അതും ഞാൻ ചെയ്തേക്കുന്നത് ട്രേഡ് സ്ട്രാറ്റജി അനുസരിച്ചായിരുന്നു. പിന്നെ അങ്ങോട്ട് ട്രേഡ് എടുക്കേണ്ട വന്നില്ല. ഞാൻ ട്രേഡ് നിർത്തി. ആ ഒരു പ്രോഫിറ്റ് കിട്ടി. അപ്പൊ പറഞ്ഞ പോലെ നടന്നിരുന്നോ? എഴുതിയത് അതുപോലെ തന്നെ ചെയ്തിരുന്നോ? രീതിയിൽ ഞാൻ ഒരു വ്യത്യാസമായിട്ട് ചെയ്താറുണ്ട്. രണ്ടാമത്തെ ആഴ്ചയിൽ 3% ടാർഗറ്റ് വെച്ചായിരുന്നു. അത് എനിക്ക് കിട്ടി. കറക്റ്റ് ട്രേഡ് സ്ട്രാറ്റജി മാത്രം യൂസ് ചെയ്യുന്നത് അത് കിട്ടിയില്ലല്ലേ? ഓക്കെ, അപ്പോ എഴുതിയിട്ടതെല്ലാം 2-3 പേര് നടന്നു എന്ന് പറയുന്നുണ്ട്. അപ്പൊ എന്തായാലും ഈ ആഴ്ച ഞാൻ ഓപ്പൺ ചെയ്തിടും. അപ്പൊ ഓപ്പൺ ചെയ്തിട്ട് നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്നെങ്കിലും ഒരിക്കൽ ഗ്രൂപ്പിൽ നിന്ന് പുറത്തു പോകണമെന്ന് തോന്നുമ്പോൾ, അല്ലെങ്കിൽ എന്നെങ്കിലും ഒരിക്കൽ നിങ്ങൾക്ക് ട്രേഡിംഗ് മതിയാക്കണമെന്ന് തോന്നണ എപ്പോഴാണ് തോന്നുന്നത് നിങ്ങൾക്ക്? ഒന്നല്ലെങ്കിൽ നമുക്ക് ക്വാളിറ്റിയുള്ള കണ്ടന്റ് കിട്ടിയില്ല, അല്ലെങ്കിൽ നമ്മുടേതായ പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കാം ഇവിടുത്തെ പോവുക. രണ്ടാമത് ട്രേഡിംഗ് നിർത്തണമെന്ന് തോന്നുന്നപ്പോഴാണ് നിങ്ങൾക്ക് ഒരു വിധത്തിലും സക്സസ് ആവാതെ ഇരിക്കുന്ന സമയത്തായിരിക്കും ട്രേഡിംഗ് നിർത്തണം തോന്നുന്നത്. അപ്പോൾ നിങ്ങൾക്ക് തിരിച്ചു നോക്കാൻ, അല്ലെങ്കിൽ തിരിച്ചു വന്നിട്ട് നിങ്ങൾക്കൊന്ന് വായിച്ചു നോക്കാനുള്ള കാര്യമാണത്. കാരണം നിങ്ങൾ കമ്മിറ്റ് ചെയ്ത, അല്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞ കാര്യത്തോട് എത്ര ശതമാനം നിങ്ങൾ അതിന് ട്രൈ ചെയ്തു എന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലാക്കാനാണ് ഈ പറഞ്ഞ വീക്കിലി ഒബ്ജക്റ്റീവ്സ്, നെക്സ്റ്റ് വീക്കിലുള്ള ഒബ്ജക്റ്റീവ്സ്, അല്ലെങ്കിൽ ഇപ്പൊ മന്ത്ലി പെർഫോമൻസ്, ഇതെല്ലാം. ഒരുപക്ഷെ ആ ഒരു തിരിഞ്ഞു നോക്കാൻ ഞാനും പറയുന്നത് എന്ന് വെച്ചാൽ, ഒരു തിരിഞ്ഞു നോക്കല് ഒരുപക്ഷെ നിങ്ങൾക്ക് എന്തായിരിക്കും വളരെ ഒരു പറയില്ലേ, നമുക്കൊരു കൺതുറപ്പിക്കുക എന്നൊക്കെ പറയില്ലേ, അങ്ങനെ കൺതുറപ്പിക്കുന്ന ഒരു അവസരം ഉണ്ടാവാനുള്ള കാര്യമാണ്, അല്ലെങ്കിൽ ഉണ്ടാവാനുള്ളതാണ് ഇപ്പൊ എഴുതിയിടുന്നത്. ഒന്നാമത്തെ കാര്യം. രണ്ടാമത് നേരത്തെ പറഞ്ഞത് എന്താണ്? ഒരു ട്രേഡറിലേക്ക് പോകുന്ന സമയത്ത് നിങ്ങൾ എടുത്ത ഏറ്റവും ബെസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഒരുപക്ഷെ ഈ എഴുതിയിടുന്നതായിരിക്കാം. എഴുതിയിട്ട് കഴിഞ്ഞാൽ നിങ്ങൾ അതിന് കമ്മിറ്റ് ആവാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യും? ഹാർഡ് വർക്ക് ചെയ്യും. യൂഷ്വലി ആളുകൾ എന്ത് ചെയ്യും? ഹാർഡ് വർക്ക് ചെയ്യും. അപ്പൊ ഹാർഡ് വർക്ക് ചെയ്യാൻ വേണ്ടി ഇരിക്കുന്നത്, അല്ലെങ്കിൽ ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് കിട്ടിയ ഒരു അവസരമാണെന്നുള്ളത് നിങ്ങൾ കരുതാം. ഓക്കെ, അതാണ് ഞാൻ അതിനെക്കുറിച്ച് പറയുന്നത്. ഓക്കെ, അപ്പോ പതിപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം? അനാലിസിസിലേക്ക് കടക്കാം. അനാലിസിസ് എന്ന് പറഞ്ഞാൽ ഈ ആഴ്ചത്തെ വീക്കിലി അനാലിസിസുകൾ ഉണ്ടായിരുന്നു. വീക്കിലി അനാലിസിസ് പറഞ്ഞ പോലെ നടന്നിട്ടുണ്ടോ? ആദ്യത്തെ എന്താണ് നമ്മുടെ വീക്കിലി അനാലിസിസ്? എങ്ങനൊരു വെള്ളിയാഴ്ച നമ്മൾ അവസാനിപ്പിച്ച് ഓർക്കുന്നുണ്ടോ? ലാസ്റ്റ് വീക്കിലി അനാലിസിസിൽ ഇതുപോലെ വെള്ളിയാഴ്ച അജയ് ഘോഷിന്റെ ഒരു സംശയത്തിന്റെ മുകളിലായിരുന്നു അവസാനിപ്പിച്ചത്. എങ്ങനെ എടുക്കേണ്ടി വരികയെന്ന് വെച്ചാൽ, എടുത്തേന്നല്ല, എങ്ങനെ എടുക്കേണ്ടത് അന്ന് പറഞ്ഞത്. അവിടെ നിന്ന് ഒരു സ്ട്രക്ചർ ബ്രേക്ക് കിട്ടി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ കൺഫർമേഷൻ കിട്ടി കഴിഞ്ഞാൽ മാർക്കറ്റ് മുകളിലേക്ക് പോകും. അപ്പോൾ അജയ് ഘോഷാണോ, എനിക്ക് ആൽവിനാണോ എന്ന് എനിക്കറിയില്ല. ഞാൻ ചാർട്ടിൽ പോകുന്നില്ല. ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന സിംഗ് എന്ന് വെച്ചാൽ ഏറ്റവും താഴെ വരച്ചിരുന്ന സപ്പോർട്ടിൽ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന സിംഗില് ഒരു റെസിസ്റ്റൻസ് ഇല്ലേ, അവിടുന്ന് താഴോട്ടേക്ക് വരില്ലേ എന്നാണ്. അപ്പൊ ഞാൻ പറഞ്ഞിരുന്നത് ഇതൊരു ഡീപ്പ് പുൾ ബാക്ക് ആവാനുള്ള സാധ്യത ഉണ്ട്. ഡീപ്പ് പുൾ ബാക്കിന്റെ എല്ലാ ലക്ഷണങ്ങളും തന്നിട്ടുണ്ടെന്ന് പറഞ്ഞിരുന്നു. ഓർക്കുന്നുണ്ടോ? അജയ് ഘോഷ് പറഞ്ഞിട്ടുണ്ടോ എന്ന് അറിയില്ല. അപ്പൊ ഞാൻ പറഞ്ഞു ചെയ്തു, എടുക്കാനുള്ളത് നിങ്ങൾക്ക് ആയിട്ടില്ല, സമയം പോയി പറയാന്ന് പറഞ്ഞു. അത് ഞാൻ പറഞ്ഞു. അവിടുന്ന് മാർക്കറ്റ് ഒരു കഴിഞ്ഞ വെള്ളിയാഴ്ച കയറിപ്പോയ മാർക്കറ്റ് ഇപ്പോ ഇന്ന് വെള്ളിയാഴ്ച അവസാനിപ്പിക്കാൻ പോകുന്ന സമയത്ത് സകല ശക്തിയോടും കൂടിയിട്ട് കുടഞ്ഞ് താഴോട്ടേക്ക് വരുന്നു. എന്റെ പ്രതീക്ഷ ആക്ച്വലി എന്ത് പറ്റിയിട്ടുണ്ട്? ഇന്നത്തെ ദിവസം ഞാൻ പ്രതീക്ഷിച്ചിരുന്നത് വലിയ വീഴ്ചയൊന്നും ഉണ്ടാവില്ല, ഹൈനെ ടെസ്റ്റ് ചെയ്ത് അവിടെ അങ്ങനെ നിൽക്കുന്നതാണ് വിചാരിച്ചത്. എന്ന് വെച്ചാൽ നമ്മുടെ എൻട്രി എടുത്ത ഏരിയയിൽ നിന്ന് കുറച്ച് മുകളിലോട്ട് പോയി അതൊരു ടാർഗറ്റ് ചെയ്തതിനു ശേഷം പിന്നെ വീണ്ടും എൻട്രി എടുത്ത ഏരിയയിലേക്ക് വരുന്നുള്ളതാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. പക്ഷെ വലിയ വീഴ്ച സംഭവിച്ചിട്ടുണ്ടത്. വലിയ വീഴ്ച നമ്മുടെ അൺഎക്സ്പെക്ടഡ് ആയിട്ടുള്ള വീഴ്ചയാണ്. വലിയ വീഴ്ചയാണുള്ളത്, ഭയങ്കര വീഴ്ചയായിരുന്നു.
50% അങ്ങനെ വരെ വരുള്ളൂ എനിക്കുണ്ടാവും. എന്താ 50%? ആ വരെ വന്നിട്ട് പിന്നെ മുകളിലേക്ക് പോകണം തോന്നുന്നു. അങ്ങനെ എന്റെ ഒരു ഇതുണ്ടാവും. അല്ല അത് വരട്ടെ. അതിപ്പോ നമുക്കിപ്പോ ഒന്നും പറയാൻ പറ്റില്ല. എന്താണ് ഇതിന്റെ കാരണം എന്നറിയില്ല. കാരണം ഇപ്പോ ന്യൂസ് ഒന്നും ഇല്ല. ന്യൂസൊക്കെ നേരത്തെ കഴിഞ്ഞു. അപ്പോ കറൻസിയുടെ എന്തായിരുന്നു എന്നുള്ളത് അറിയില്ല. എന്തായാലും നോക്കാം. അപ്പൊ അത് പറഞ്ഞിരുന്നു. പിന്നെ അത് മാത്രമല്ല അനാലിസിസിൽ നമ്മൾ എപ്പോഴും 2 സാധ്യതകൾ പറയുന്നുണ്ട്. ഞാൻ ആദ്യമേ പറയാം 2 സാധ്യത. ഒന്ന് എന്തായിരിക്കാം, ഒന്ന് ബൈയും ഒരു സെല്ലിംഗ് സാധ്യതകളും പറയുന്നുണ്ട്. എന്തിനാണ് ആ സാധ്യത പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തിനായിരിക്കും നമ്മൾ ഒരു ഏരിയ മാർക്ക് ചെയ്ത് വെക്കും. മാർക്കറ്റ് ഇവിടെ വന്നതിന് ശേഷം ആ ഏരിയയിൽ നിന്ന് നമുക്ക് കിട്ടുന്ന റിജക്ഷൻ അല്ലെങ്കിൽ റിയാക്ഷൻ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഒന്നല്ലെങ്കിൽ ബൈ അല്ലെങ്കിൽ സെല്ല് ചെയ്യുക. അതുകൊണ്ടാണ് സാധ്യതകൾ 2 പറയുന്നത്. ഇപ്പൊ മാർക്കറ്റിൽ നമുക്ക് കണ്ണടച്ചിട്ട് എന്ത് പറയാൻ പറ്റില്ല, ഇന്നിപ്പോ മുഴുവൻ ബൈ ആവും അല്ലെങ്കിൽ ബൈ ആവാനാണ് സാധ്യത, അല്ലെങ്കിൽ ബൈ സൈഡ് ആണ് സാധ്യത, അല്ലെങ്കിൽ ഇന്ന് മുഴുവൻ സെൽ സൈഡ് ആവാനാണ് സാധ്യത എന്ന് പറയാൻ പറ്റില്ല. ഡെഫിനറ്റ്ലി എന്താണ്, മാർക്കറ്റ് ഒരിക്കലും ഇമ്പൾസീവ് ആയിട്ടുള്ള ഒരു മൂവ്മെന്റ് അല്ല തരുന്നത്. ഇപ്പൊ തന്നൊക്കെ ഇമ്പൾസീവ് ആണ്, പക്ഷെ ഇങ്ങനെ മൂവ്മെന്റ് അല്ല യൂഷ്വലി തരും. അപ്പൊ അങ്ങനെ തരാത്ത സമയത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് അങ്ങനെ തരാത്തത് കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, വൺ സൈഡ് നമുക്ക് പ്രെഡിക്ട് ചെയ്യാൻ പറ്റില്ല. നമ്മൾ പോസിബിൾ ആയുള്ള ഏരിയാസിനെ മാർക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് എങ്ങനെ അവിടെ വന്നിട്ട് മാർക്കറ്റ് എങ്ങനെ ബിഹേവ് ചെയ്യും എന്ന് നോക്കിയതിന് ശേഷം മാത്രമാണ് നമുക്ക് അനാലിസിസിൽ കൃത്യമായിട്ട് കാര്യങ്ങൾ പറയാൻ പറ്റുള്ളൂ. അപ്പൊ കഴിഞ്ഞ ആഴ്ച പറഞ്ഞ പോലെ തന്നെ നമ്മൾ പറഞ്ഞിരുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സാധ്യത ഇതായിരുന്നു പറഞ്ഞത്, ഇവിടെ നിന്ന് മുകളിലോട്ട് പോകും. പക്ഷെ ഞാൻ പറഞ്ഞിരുന്നത് 2500 ബ്രേക്ക് ചെയ്യാനുള്ള സാധ്യത ഉണ്ടെന്ന് ഇന്നും കണ്ടപ്പോഴും ഞാൻ അങ്ങനെ തന്നെ വിചാരിച്ചിരുന്ന കാലത്ത്. പക്ഷെ ഉച്ചയ്ക്ക് ആ ഒരു ഇത് കണ്ടപ്പോൾ, ഐ മീൻ ഉച്ചയ്ക്ക് കൺസോളേഷൻ കണ്ടപ്പോൾ തന്നെ താഴത്തേക്ക് ഇറങ്ങി വരും എന്ന് വിചാരിച്ചിട്ടുണ്ടായി. വിചാരിച്ചു കഴിഞ്ഞിട്ട് 2500 എത്തുന്ന വിചാരിച്ചിട്ടുണ്ടായത്. പക്ഷെ വലിയൊരു വീഴ്ചയാണ് തന്നിരിക്കുന്നത്. പക്ഷെ മാർക്കറ്റ് ഇപ്പോഴും ക്ലോസ് ചെയ്തിട്ടില്ല. അജയ് ഘോഷ് പറഞ്ഞ പോലെ തന്നെ ഇവിടുന്ന് കയറി അധികം സമയമൊന്നും വേണ്ട, വീണത് അതുപോലെ തന്നെ സമയമൊന്നും വേണ്ട. പിന്നെ ഇതൊരു ഡീപ്പ് പുൾ ബാക്ക് ആയിരിക്കാം. ഒരു 50% ഓൾറെഡി ആയിട്ടുണ്ട്. ഇപ്പൊ മാർക്കറ്റ് കയറിപ്പോയതിന്റെ 50% വീണിട്ടുണ്ട്. അപ്പൊ ഇനി അതിന്റെ മുകളിലേക്ക് പോവാം. പിന്നെ ഇപ്പൊ മാർക്കറ്റ് നിൽക്കുന്ന ഏരിയ എന്ന് പറയുന്നത് ഒരു ഡേയുടെ ഇംബാലൻസിലാണ് ഇപ്പൊ മാർക്കറ്റ് നിൽക്കുന്ന ഏരിയ എന്ന് പറയുന്നത്. പക്ഷെ ഇതൊക്കെ നമുക്ക് ഇപ്പോഴത്തെ അവസ്ഥയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് ട്രേഡ് എടുക്കാൻ പറ്റില്ല. ഇത്രയും വലിയ വീഴ്ച വീണിട്ടുണ്ടെങ്കിൽ ഭാഗ്യവാന്മാർ അതിൽ കയറി കൂടിയിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കാം, ട്രേഡ് എടുത്ത് ഇറങ്ങിപ്പോരും. അപ്പൊ അനാലിസിസ്, വീക്കിലി അനാലിസിസ് പറഞ്ഞ ഒരു സാധ്യത നടന്നിട്ടുണ്ട്. കഴിഞ്ഞ ആഴ്ച പറഞ്ഞ ഒരു സാധ്യത നടന്നിട്ടുണ്ട്. ഒരു സാധ്യത എന്തായിരുന്നു, അത് ബ്രേക്ക് ചെയ്ത് താഴോട്ടേക്ക് വരികയാണെങ്കിൽ ഇപ്പൊ നിൽക്കുന്നല്ല, മാർക്കറ്റ് കയറിപ്പോയ ഏരിയ, കഴിഞ്ഞ വെള്ളിയാഴ്ച പറഞ്ഞ ഏരിയ താഴെ വരികയാണെങ്കിൽ നന്നായിട്ട് താഴോട്ടേക്ക് വരുന്നു എന്നുള്ളത് കൂടിയാണ് പറഞ്ഞത്. പക്ഷെ അത് സംഭവിച്ചിട്ടില്ല, അപ്സൈഡിലേക്കാണ് പോയിരിക്കുന്നത്. ഓക്കെ, ഇനി രണ്ടാമത്തെ ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ആഴ്ച അല്ലെങ്കിൽ ഈ ആഴ്ചയിൽ നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളത് പറഞ്ഞിട്ട് നമ്മൾ ഗ്രൂപ്പിൽ ഇട്ടുണ്ടായിരുന്നു. ആഴ്ച വരുന്ന സമയത്ത് കൂടുതൽ ആളുകൾ കോൺസെൻട്രേറ്റ് ചെയ്യുക. അതിന്റെ റീസൺ ഒക്കെ ഞാൻ തൊട്ട് മുന്നേ പറഞ്ഞു തന്നിരുന്നു. വീക്കിലി പൊതുവെ നമുക്ക് കുഴപ്പമൊന്നും ഉണ്ടായി തോന്നിയില്ല. ഈ വീക്കിൽ ഒരു അനാലിസിസ് എല്ലാം കറക്റ്റ് ആയിരുന്നു. ഇനി നമുക്ക് ഈ ആഴ്ചയിൽ പെർഫോം ചെയ്ത ആളുകൾ, നമ്മൾ ഓൾറെഡി മന്ത്ലി കഴിഞ്ഞതാണ് 2 ദിവസം മുന്നേ. ഇപ്പൊ വീക്കിലി നോക്കുന്ന സമയത്തും ജസ്റ്റ് ഒന്ന് നോക്കാനുണ്ട്. അവിടേക്ക് പോയിട്ട് എന്താണ് വീക്കിലിയിൽ പെർഫോം ചെയ്ത ആളുകളുടെ ഡീറ്റെയിൽ എന്താണെന്നുള്ളത് നോക്കാം. ആദ്യമായിട്ട് ആള് ആൽവിൻ ആയിരുന്നു. ആൽവിന്റെ ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്താണ്, മന്ത്ലിയിൽ ഡിസ്കസ് ചെയ്താണ്. പക്ഷെ നമ്മൾ വീക്കിലി ആയതുകൊണ്ട് ഒന്നുകൂടി പിക്ക് ചെയ്യുന്നുണ്ട്. ആൽവിൻ കഴിഞ്ഞ മന്ത്ലി ചെയ്ത് തന്നെയാണ്. അപ്പൊ ജസ്റ്റ് ഒന്ന് ആൽവിന്റെ ഞാൻ പിക്ക് ചെയ്യുന്നുണ്ട്. ആൽവിൻ പറഞ്ഞ കാര്യത്തിൽ സ്റ്റിക്ക് ഓൺ ചെയ്യുന്നുണ്ട്. നിങ്ങളോട് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആൽവിൻ പ്രതീക്ഷിച്ചിരുന്ന എന്തായിരുന്നു, 3% ആയിരുന്നു. ആ 3% നേടിയിട്ടുണ്ട്. വീക്കിലി അനാലിസിസിൽ ആദ്യമായിട്ട് ഇട്ട ആള്, അല്ലെങ്കിൽ സോറി വീക്കിലി അനാലിസിസ് അല്ല, വീക്കിലി PNL ഇട്ട ആള് ആൽവിനാണ്. 3 ട്രേഡ് എടുത്തു, ഒരു സക്സസ് ആണ്, 2 ബ്രേക്ക് ചെയ്യണമെന്ന് പറഞ്ഞത്. ആക്ച്വലി അപ്പൊ ലോസ് ട്രേഡ് ഒന്നുമില്ല. എന്നാൽ പോലും ആളൊരു ടാർഗറ്റ് ചെയ്ത്, ആൽവിൻ ടാർഗറ്റ് ചെയ്യുന്ന 3.20 എടുത്തു. അത് 3 ട്രേഡിന്റെ ഉള്ളിൽ ഒറ്റ സക്സസിലാണ് ഇത് എടുത്തത്. എല്ലാവരോടും കൂടിയാണ് പറയുന്നത്, നമ്മൾ പലതവണ ഇത് സംസാരിച്ച കാര്യമാണ്. ശ്രദ്ധിക്കേണ്ടതാണ്, നിങ്ങളുടെ ടാർഗറ്റ് കിട്ടാൻ എന്താണ്, വലിയ ട്രേഡ്, ഒരുപാട് ട്രേഡുകളൊന്നും വേണ്ട, നല്ല ട്രേഡുകൾ നോക്കിയെടുത്താൽ മതി എന്നുള്ളതിന്റെ ഒരു ഉദാഹരണമാണ് ആൽവിന്റെ. ആൽവിൻ തുടരുക, ഇനി അടുത്ത ആഴ്ചയും അതുപോലെ തന്നെ തുടരുക. ഇതിൽ ഇംപ്രസീവ് ആയ കുറച്ച് ആൾക്കാരെ ഞാൻ പിക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. ഞാൻ ഇംപ്രസീവ് ആയി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ലോസും സക്സസും ഒക്കെ എല്ലാം കൂടിയിട്ടാണ് കേട്ടോ, അല്ലാതെ ലോസും സക്സസും മാത്രമല്ല. ഹരികൃഷ്ണൻ ഉണ്ടോ അവിടെ? ഹരികൃഷ്ണൻ കഴിഞ്ഞ ആഴ്ച എത്രയായിരുന്നു ഹരികൃഷ്ണന്റെ? കഴിഞ്ഞ ആഴ്ച നെഗറ്റീവ് ആയിരുന്നു. ഒരു 2.5 ലോസ് ആയിരുന്നു. ഇത്തവണ അത് തിരിച്ചെടുത്തിട്ടുണ്ടല്ലോ. ഓ സാർ, അത് തിരിച്ചു കിട്ടി. 8.8% തിരിച്ചെടുത്തിട്ടുണ്ട്. അപ്പോ 2 ട്രേഡ് എടുത്തിട്ടുള്ളൂ അല്ലെ? 2 ട്രേഡ് എടുത്തിട്ടുള്ളൂ അല്ലെ? അത്രേ ഉള്ളൂ. തിരക്കായി പോയി സാർ ഡ്യൂട്ടിയുടെ. അല്ല, ഞാൻ കാണുന്നത് 2 ട്രേഡ് എടുത്തിട്ട് 8.8 കിട്ടി. പക്ഷെ ലോട്ട് സൈസ് കൂടുതലായിരുന്നു അല്ലെ? 0.03 ആയിരുന്നു. പിന്നെ അതില് ഒന്ന് പാളിപ്പോയി, പിന്നെ 0.2 തന്നെയായി. 02 ആക്കിയല്ലേ? ഹരികൃഷ്ണന് മനസ്സിലായിട്ടുണ്ടാവും. കാരണം നമ്മൾ കറക്റ്റ് സ്റ്റിക്ക് ഓൺ ചെയ്ത് കറക്റ്റ് ആയിട്ട് അതിന്മേൽ നിൽക്കുകയാണെങ്കിൽ ഇപ്പൊ ഈ പറഞ്ഞ പോലെ സ്ട്രാറ്റജി അത് തന്നെ മതി. വല്ലാണ്ട് നമ്മൾ മൈൻഡ് എന്ത് ചെയ്യണ്ട, ഡിസ്ട്രാക്ട് ചെയ്യണ്ട.
കോൺസെൻട്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ സ്ട്രാറ്റജിയിൽ തന്നെ ചെയ്യാമെന്നുള്ള ഏറെക്കുറെ മനസ്സിലായിട്ടുണ്ടാവും. 8.8% 2 ട്രേഡിൽ നിന്ന് കിട്ടുക എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല. അപ്പൊ ഒരു പ്രോഫിറ്റിന്റെ പ്രോഫിറ്റ് അല്ല, ക്യാപിറ്റലിന്റെ 8.8% ഉണ്ടാക്കിയിട്ടുണ്ട്. മാത്രമല്ല കഴിഞ്ഞ ആഴ്ചത്തെ എന്ത് ചെയ്തിട്ടുണ്ട്, റിക്കവറും ചെയ്തിട്ടുണ്ട് അല്ലേ? ഓ സാർ, അത് മാറി വരുന്നുണ്ട്. അറിയില്ല. അപ്പൊ പറഞ്ഞതുപോലെ ആൽവിനോട് പറഞ്ഞ പോലെ ഹരികൃഷ്ണനോടും ഇതെന്താ കണ്ടിന്യൂ ചെയ്യുക. സക്സസ് ഉണ്ടാവട്ടെ. സക്സസ് ഇങ്ങനെ സംഭവിച്ചുകൊണ്ടേയിരിക്കട്ടെ. നിങ്ങൾക്ക് തന്നെ കുറച്ച് കഴിയുമ്പോൾ മനസ്സിലാവും എവിടെയാണ് പാളിച്ചകൾ സംഭവിച്ചിരിക്കുന്നത്. ഇപ്പൊ കാണുന്ന ചെറിയ ഒരു ടൈം എത്തുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അത് എങ്ങനെയാണ് ബിൽഡ് ചെയ്യേണ്ടത്. ചെറിയ എമൗണ്ട് നിങ്ങൾക്ക് ഇങ്ങനെ ചെറിയ എമൗണ്ടുകൾ വന്നിട്ട് എങ്ങനെയാണ് ബിൽഡ് ചെയ്തിട്ട് വലിയ ക്യാപിറ്റലിലേക്ക് എത്തുക അല്ലെങ്കിൽ വലിയ പ്രോഫിറ്റിലേക്ക് എത്തുക എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവും. കുറച്ച് കഴിയുമ്പോൾ മനസ്സിലാവും. അതുകൊണ്ട് നിങ്ങൾ ഈ ഒരു കാണുന്ന എമൗണ്ട് ചെറിയ എമൗണ്ട് ആണെന്നും വിചാരിക്കരുത്. നിങ്ങൾ അത് പ്രോഫിറ്റിലേക്ക് എത്തുന്ന സമയത്ത് നിങ്ങൾക്ക് അത് കറക്റ്റ് ആയിട്ട് മനസ്സിലാവും എന്താണെന്നുള്ളത് മനസ്സിലാവും കേട്ടോ. ഓക്കെ, ഹരികൃഷ്ണൻ പറഞ്ഞ പോലെ തന്നെ തുടരുക. നല്ല പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യാം കേട്ടോ. അടുത്ത ആളാണ്. ഓക്കെ. അഭിജിത്ത് ഞാൻ പിക്ക് ചെയ്യുന്നില്ല. അഭിജിത്ത് 6 ട്രേഡ് എടുത്തു എന്ന് പറഞ്ഞു. 1 സക്സസ്. ആ സക്സസിൽ $2.77 പ്രോഫിറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. ക്യാപിറ്റലിന്റെ 2.77 ഉണ്ടാക്കിയിട്ടുണ്ട്. നമ്മുടെ ടാർഗറ്റ് മീറ്റ് ചെയ്തിട്ടുണ്ട്. 5 ബ്രേക്ക് ഈവൺ ആണ്. അഭിജിത്ത് എങ്ങനെയാണ് ഈ 5 ബ്രേക്ക് ഈവൺ വന്നതെന്നുള്ളത് എനിക്കറിയില്ല. അജയ് ഘോഷ് 5 ട്രേഡ് എടുത്തു, 2 സക്സസ്, 3 ലോസ്. അതിൽ -540 ആണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഏകദേശം ക്യാപിറ്റലിന്റെ 2.3 പോയിട്ടുണ്ട്. ഇൻവോൾവ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞു കൂടുതൽ. അതുപോലെ സവേഷ് കഴിഞ്ഞ പ്രാവശ്യം പോസിറ്റീവ് അല്ലായിരുന്നോ? സവീഷ് ഉണ്ടോ? കഴിഞ്ഞ പ്രാവശ്യം എന്തായിരുന്നു? സവീഷ് ഒന്നും പറയണില്ല. ഓക്കെ. ആഷിഖ് കുറെ കാലത്തിന് ശേഷം ആഷിഖിന്റെ ഒരു ഇത് കണ്ടു. ഒരു ട്രേഡ് എടുത്തിട്ട് പറഞ്ഞോളൂ. ഞാൻ ഈ ആഴ്ച ട്രേഡ് എടുക്കാൻ തുടങ്ങിയേ ഉള്ളൂ. ഓക്കെ. 2 ലോസ് ആയിരുന്നു. പക്ഷെ ഓക്കെയാണ്. ഞാനൊന്ന് ട്രേഡ് എങ്ങനെ എടുക്കേണ്ടതെന്നൊക്കെ ഒന്ന് പഠിച്ച് സെറ്റ് ആയതേ ഉള്ളൂ. സെറ്റായിരുന്നു അല്ലേ? ഓക്കെ, കുഴപ്പമില്ല കേട്ടോ. ഓക്കെ. ആഷിഖ് കുറെ കാലത്തിന് ശേഷമാണല്ലോ ആഷിഖിന്റെ പേര് കാണുന്നത്. ആഷിഖ് ഒരു ട്രേഡ് എടുത്തോളൂ. അതെ ഒന്നെടുത്തുള്ളൂ സാർ. ഒന്ന് സക്സസ് ആയിട്ടുണ്ട്. ഓക്കെ, 3.57 കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഗുഡ്. ഇനിയിപ്പോ ആരാണ്? ഫസൽ റഹ്മാൻ 2 ട്രേഡ് എടുത്തു, 1 സക്സസ്. ഇന്ന് ഞാൻ ഗ്രൂപ്പിലിട്ടത് നമ്മുടെ സ്ട്രാറ്റജി ആയിട്ടാണോ കൂട്ടിയിരിക്കുന്നത്? ഇത് നമ്മുടെ ഗ്രൂപ്പിലിട്ട് നമ്മുടെ സ്ട്രാറ്റജി അല്ല കേട്ടോ. അത് നമ്മുടെ സ്ട്രാറ്റജി അല്ല. അത് എന്റെ പേഴ്സണൽ ട്രേഡ് ഞാൻ ഷെയർ ചെയ്യുന്നതാണ്. അത് നിങ്ങളോട് പറഞ്ഞുതരാം. പുതിയ ആൾക്കാർക്ക് ചിലപ്പോൾ മനസ്സിലായിണ്ടാവില്ല. 7.96 എഴുതിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഇന്ന് പേഴ്സണലി ഞാൻ ഇട്ട ട്രേഡിനെ അതിൽ ആഡ് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. പിന്നെ വൈശാഖൻ കഴിഞ്ഞ തവണത്തെ പോലെ തന്നെ വൈശാഖൻ ഇട്ടിട്ടുണ്ട്. വൈശാഖൻ എനിക്ക് സംശയമുണ്ട്. കാരണം എന്താ വെച്ചാൽ വൈശാഖ് ഇടുന്ന സ്ക്രീൻഷോട്ടിലൊന്നും സ്ട്രാറ്റജിയുടെ ഡീറ്റെയിൽ ഒന്നും കറക്റ്റ് അല്ല. എന്തുകൊണ്ടാണത് ശ്രദ്ധിക്കാറില്ലേ? സാറേ ഫോണിൽ നോക്കി വരയ്ക്കുന്നതാണ്. ഡ്യൂട്ടിയിൽ ആകുമ്പോഴേ ഞാൻ ഫോണിൽ നോക്കിയിട്ടാണ് വരയ്ക്കുന്നത്. ചില സമയത്ത് മാർക്കിംഗ് കട്ടാവുന്നില്ല തോന്നുന്നുണ്ട്. ട്രേഡ് പിന്നെ ആണ്, പക്ഷെ നമ്മുടെ സ്ട്രാറ്റജി ആയിട്ട് കിട്ടാത്ത ട്രേഡ് പോലും എടുക്കുന്നുണ്ട് നമുക്ക്. ഐ മീൻ അതിന്റെ കണ്ടീഷൻ. ഡൗട്ട് സാർ ഇന്നലെ ഒരു പറഞ്ഞില്ലേ, ഒരു സ്ട്രാറ്റജി 3 ടച്ച് മേല റെസിസ്റ്റൻസിന്റെ അവിടെ വന്നപ്പോ അതങ്ങനെ നമുക്ക് എടുത്തോട്ട് പോകുന്നുണ്ടോ? എടുക്കാൻ പറ്റില്ല. നമുക്ക് എങ്ങനെ വേണേലും മാർക്കറ്റിൽ ഇപ്പൊ എങ്ങനെ വേണേലും ട്രേഡ് എടുക്കാം. നമ്മുടെ സ്ട്രാറ്റജി പ്രകാരം അത് എടുക്കാൻ പറ്റില്ല. 3 റെസിസ്റ്റൻസ് എടുക്കാം കേട്ടോ. കാരണം ഒന്നാമത് അതെന്തായിരിക്കും, അതൊരു കൺസോൾട്ടേഷൻ ആയിരിക്കും. കൺസോൾട്ടേഷൻ സമയത്ത് പോയിട്ട് നമ്മൾ ഒട്ടും ചെയ്യാൻ പറ്റില്ല കേട്ടോ. ഓക്കെ, അപ്പൊ 16.68 കാണിക്കുന്നുണ്ട്. ലോട്ട് സൈസ് 0.01 ആണ്. കഴിഞ്ഞ തവണ എത്രയായിരുന്നു? 17 പോയിന്റ് സംതിങ്. അത് 18 പോയിന്റ് സംതിങ് ആണ്. എത്രയായിരുന്നു? ഓക്കെ. അപ്പോ കണ്ടിന്യൂ ചെയ്യാം. സ്ട്രാറ്റജിയിൽ കോൺസെൻട്രേറ്റ് ചെയ്യുക. പറഞ്ഞ പോലെ വരച്ചിടുന്നതിൽ പലതും മിസ്റ്റേക്ക് ഉണ്ട്. അപ്പോൾ അതൊന്ന് കോൺസെൻട്രേറ്റ് ചെയ്യാം. ഇനി എന്താണ്? ഇനി അടുത്ത ആൾ ആരാണ്? ബാദിഷ 1.94 പ്രോഫിറ്റ് 3.87 കിട്ടിയിട്ടുണ്ട്. ഓക്കെ. ഹനീഫ 37 പോയിന്റ് കിട്ടിയിട്ടുണ്ട്. ടോട്ടൽ ക്യാപിറ്റലിന് 37 പോയിന്റ് കിട്ടിയിട്ടുണ്ട്. ഹനീഫ ഞാൻ പറഞ്ഞ പോലെ തന്നെ എനിക്ക് ട്രേഡുകൾ കാണണം, എന്തെങ്കിലുമൊക്കെ കിട്ടണം. 37 ട്രേഡ് ഇട്ടിട്ടുണ്ട്. 12 ട്രേഡ് ഇട്ടിട്ടുണ്ട്. അതിൽ സക്സസ് 7 ആയിരുന്നു, ലോസ് 5 ആയിരുന്നു. പ്രോഫിറ്റ് 37 കിട്ടിയിരിക്കുന്നത്. ക്യാപിറ്റലിന്റെ 37% ആണ് ഇട്ടിരിക്കുന്നത്. ലോട്ട് സൈസ് 0.01 0.02 ഇട്ടിട്ടുണ്ട്. ഫസ്റ്റില് ഒരു ട്രേഡ്, ഒരു സക്സസ്, ഒരു ലോസ്, ബ്രേക്ക് ഇവൺ. ഓക്കെ, 0.01 ഇട്ടിരിക്കുന്നത്. ഷെല്ലി 4 സക്സസ് 4 ലോസ്, 8% വന്നുള്ളൂ അല്ലെ ഷെല്ലി ഇത്തവണ നമ്പർ ഓഫ് ട്രേഡ്? ഈ ആഴ്ച കുറച്ച് ബിസി ആയിരുന്നു. അല്ല, എന്നാലും പ്രോഫിറ്റ് കുറവില്ലല്ലോ. ബിസി ആണെങ്കിലും പ്രോഫിറ്റ് കുറവില്ലല്ലോ. അല്ല, ട്രേഡിന്റെ എണ്ണം കുറവായിരുന്നു. അല്ല, ഷെല്ലിനെ കാണുമ്പോ ഇരിക്കേ നമ്മൾ പണ്ട് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർക്കണ്ട. ആ സമയത്ത് അങ്ങനെ ഞാൻ വർക്ക് കഴിഞ്ഞ് എടുക്കാൻ പറ്റും. വലിയ ട്രേഡുകൾ ഒരിക്കലും ഷെല്ലിക്ക് കിട്ടാറില്ലേ? നമ്മൾ എടുക്കുന്ന വലിയ ട്രേഡുകൾ, പ്രോഫിറ്റ് ട്രേഡുകൾ എടുക്കാൻ കിട്ടാറില്ല. പക്ഷെ അതാണ് ഇപ്പൊ ഞാൻ ഷെല്ലിനെ കാണുമ്പോൾ എനിക്ക് ചിരി വരുന്നത്. കാരണം എന്ന് വെച്ചാൽ ആ ഒരു ഷെല്ലിന്ന് ഈ ഷെല്ലിക്കുള്ള മാറ്റം എന്ന് വെച്ചാൽ ഭയങ്കരമായിട്ടുണ്ട്. ചെറിയ മാറ്റമല്ല ഷെല്ലി, ആക്ച്വലി അപ്രീസിയേഷൻ. കാരണം എന്ന് വെച്ചാൽ ഷെല്ലി തന്നെ നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടെന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നത്. ചെറിയ മാറ്റമുള്ളത്.
നല്ല അപ്രീസിയേഷൻ വേണം. കാരണം ഒരു വിധത്തിലും എനിക്കറിയാം എങ്ങനെ തൊട്ടാലും ചെല്ലി തൊട്ടാലും ലോസ് ആവുന്ന അവസ്ഥയിൽ നിന്നാണ് ഇപ്പൊ പറഞ്ഞല്ലോ കണ്ടിന്യൂസ് ആയിട്ട് സക്സസ്. അതും വലിയ പ്രോഫിറ്റ് അല്ല ജനറേറ്റ് ചെയ്യുന്നത്, വലിയ പെർസെന്റേജ് അല്ലേ വീക്കിലി ജനറേറ്റ് ചെയ്യുന്നത്. കഴിഞ്ഞ പ്രാവശ്യം മന്ത്ലി തന്നെ 47% ജനറേറ്റ് ചെയ്തില്ലേ, 45% അല്ലേ. അപ്പോ ഒരു 40-50% സക്സസ് ആയി പോകുന്നുണ്ട്. അത് മതി. കാരണം മുമ്പ് അത്ര ഉണ്ടായിരുന്നു. മുമ്പ് എടുക്കണേല് മുക്കാഭാഗം ലോസ് ആയിരുന്നു. സക്സസ് ഉണ്ടായിരുന്നില്ല സത്യം പറയുകയാണെങ്കിൽ. കാരണം വെച്ചാൽ ഓവറോൾ സക്സസ് ഇല്ലല്ലോ. ഇപ്പൊ എങ്ങനെ പോയാലും ഒരു മാസം ഒരു 20-25%, 25-30% എന്തായാലും കിട്ടുന്നുണ്ടല്ലോ. അപ്പൊ 30% കിട്ടുന്നുണ്ട്. അപ്പോ അത് കണ്ടിന്യൂ ചെയ്യാൻ ചെല്ലി. എനിക്ക് വേറെ ഒന്നും ഷെല്ലിനോട് പറയാനില്ല, കാരണം ഷെല്ലി എല്ലാം ചെയ്യുന്ന ആളാണ്. അപ്പൊ അതുകൊണ്ട് പറയാനില്ല, ജസ്റ്റ് ഇങ്ങനെ വായിക്കാന്നല്ലാണ്ട് വേറെ ഒന്നും പറയാനില്ല. ചെയ്യുന്ന മെത്തേഡിൽ തന്നെ പോവാ, കോൺസെൻട്രേറ്റ് ചെയ്യുക, കാര്യങ്ങളൊക്കെ നടക്കട്ടെ. ഇന്ത്യ മാർക്കറ്റിൽ നടക്കുന്നില്ല ഇപ്പോഴും? സ്വിംഗ് നന്നായിട്ട് പോകുന്നുണ്ട്. സ്വിംഗ് നന്നായിട്ട് പോകുന്നുണ്ട് അല്ലേ. നമ്മുടെ സ്ട്രാറ്റജി അപ്ലൈ ചെയ്യാറുണ്ടോ അവിടെ? നോക്കിയിരുന്നോ? നമ്മുടെ സ്ട്രാറ്റജി തന്നെ ഇപ്പം ബ്രേക്ക് ഔട്ട് കിട്ടാറുണ്ട് അല്ലേ? ബ്രേക്ക് ഔട്ട് കിട്ടാറുണ്ട് അല്ലേ? ഓക്കെ. എന്തായാലും ഇപ്പൊ ഇത്ര ആളുകളെ ഞാനിപ്പോ പോസിറ്റീവായിട്ട് പിക്ക് ചെയ്യുന്നത്, അതിൽ നെഗറ്റീവായിട്ട് ഒരാളുണ്ട്. ഞാൻ നെഗറ്റീവ് എന്ന് വെച്ചാൽ നെഗറ്റീവായ കുറച്ച് ആളുകളുണ്ട്. അപ്പൊ അതിൽ ആളുകൾ എല്ലാവരും ഇട്ടിട്ടില്ല. ഇട്ട ആളുകളിൽ 1-2 പേരും കൂടി ഞാൻ നോക്കാം. എനിക്ക് തോന്നുന്നു ഒന്നുള്ളത് ഒരു വലിയ നെഗറ്റീവാണ് ഞാൻ പിക്ക് ചെയ്യുന്നത് കേട്ടോ. ഞാനിപ്പോ ഇതൊരു മോശം കാര്യമായിട്ടല്ല പറയുന്നത്. അല്ല, വലിയ നെഗറ്റീവ് എന്ന് പറയാൻ അത്ര വലിയ നെഗറ്റീവ് ഒന്നുമല്ല. ഐ മീൻ എൽദോ ആണ്. ആക്ച്വലി ഒരു ട്രേഡിലാണ് വന്നിരിക്കുന്നത് -6.17 എന്ന് പറയുന്നത്. ക്യാപിറ്റലിൽ നോക്കുന്ന സമയത്ത് വളരെ ചെറുതാണ്. അപ്പൊ അത് വലിയൊരു കാര്യമല്ല എന്ന് എനിക്ക് തോന്നുന്നു. ഈവൻ 1% പോലും വന്നിട്ടില്ല, എൽദോയ്ക്ക് വന്നിട്ടില്ല. അപ്പൊ വലിയൊരു എമൗണ്ട് അല്ല ആക്ച്വലി അത് കാണുന്ന സമയത്ത്. ഞാൻ ആദ്യം ക്വാണ്ടിറ്റി ഇതാ നോക്കിയത്, ഏതാണ് നമ്മുടെ ഫിഗർ നോക്കിയത്, പ്രോഫിറ്റ് ലോസ്. പക്ഷെ ടോട്ടൽ ക്യാപിറ്റലിൽ നോക്കുമ്പോൾ 0.61 എന്ന് പറഞ്ഞത് വലിയൊരു കാര്യമില്ല. അപ്പൊ ഇതിനെ കുറിച്ച് കൂടുതലൊന്നും സംസാരിക്കാനില്ല. എൽദോയ്ക്ക് ഏറെക്കുറെ ഓരോ ആഴ്ച വരുംതോറും ഡെവലപ്പ് ആവുന്നുണ്ട് അല്ലെങ്കിൽ ഇമ്പ്രൂവ് ആവുന്നുണ്ടെന്ന് തോന്നുന്നുണ്ടോ? സ്വയം തോന്നുന്നുണ്ടോ? അത് മാത്രം മതി. ഇമ്പ്രൂവ്മെന്റ് വരുന്നുണ്ട്. അങ്ങനെ ഇരുന്നിരുന്ന ഡേ ബൈ ഡേ ഇമ്പ്രൂവ്മെന്റ് വരുന്നുണ്ട്. പക്ഷെ സ്ട്രാറ്റജിയില് കൂടുതൽ എന്താന്ന് അറിയില്ല. നോക്കി ഇത്ര ഇരുന്നിട്ടും കൂടുതൽ ട്രേഡ് പിക്ക് ചെയ്യാൻ പറ്റുന്നില്ല. സ്ട്രാറ്റജിയുടെ ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം, എന്താണെന്നുള്ള എൽദോണ്ട് ഞാൻ പറഞ്ഞുതരാം. സ്ട്രാറ്റജി തുടങ്ങുന്നതിന് മുന്നേ ഞാൻ ഓർഡറിൽ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇന്നത് 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 എന്നുള്ളത് അതേ ഓർഡറിൽ തന്നെ നിങ്ങൾ വരച്ചു തുടങ്ങണം. നിങ്ങൾ ഇടയുന്നല്ല, ഓർഡറിന് വരച്ചു തുടങ്ങണം. മൾട്ടിപ്പിൾ ടൈം ഫ്രെയിം അനാലിസിസിന്റെ ഒരു വീഡിയോ കൂടി വരുന്ന സമയത്ത് നിങ്ങൾക്ക് കുറച്ചും കൂടി ഐഡിയ കിട്ടും കേട്ടോ. മൾട്ടിപ്പിൾ ടൈം ഫ്രെയിം അനാലിസിസിന്റെ പഴയ വീഡിയോ നോക്കി കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് കിട്ടും. പുതിയ വീഡിയോയും കൂടി വരുന്നുണ്ട്, അപ്പൊ കിട്ടും. അപ്പൊ പിന്നെ സ്ട്രാറ്റജിയുടെ ഒരു പ്രശ്നം എന്താ വെച്ചാൽ വർക്ക് ചെയ്യുന്നില്ല. എൽദോ പറഞ്ഞില്ലേ, ഇവിടെ പേഴ്സണൽ പ്രോബ്ലം ആണ്. സ്ട്രാറ്റജി വർക്ക് ചെയ്യാത്തതല്ല. ഇവിടെ ഇരിക്കുന്ന ആൾക്കാർക്ക് പലരോടും ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് വർക്ക് ചെയ്യുന്നുണ്ട്, അതിനെ ബേസ് ചെയ്ത് മാത്രം ട്രേഡ് എടുക്കുന്നുണ്ട്. അപ്പോ അതൊരു പേഴ്സണൽ പ്രോബ്ലം ആണ്. നമുക്ക് ആ സ്ട്രാറ്റജി വർക്ക് ചെയ്യാത്തതിന് 2 കാരണം കൊണ്ടാവും. ഒന്ന് നമുക്ക് അതിനെ കറക്റ്റ് ആയിട്ട് പിടുത്തം കിട്ടിയില്ല, സ്ട്രാറ്റജി പിടുത്തം കിട്ടിയില്ല. പിടുത്തം കിട്ടിയ വഴിയിൽ നമ്മൾ ട്രൈ ചെയ്തിട്ട് നമുക്ക് അത് ഫേവറബിൾ ആവണില്ല. ഒന്ന്. രണ്ടാമത്തെ കാരണം എന്താണ്? സ്ട്രാറ്റജി എല്ലാം നമുക്ക് അറിയാം, പക്ഷെ അവിടെ എത്തുന്ന സമയത്ത് നമ്മൾ മൈൻഡ് കൺട്രോൾ പോകുന്നുണ്ടാവും. ഈ 2 കാരണം കൊണ്ടാണ് നമുക്ക് അവിടെ സക്സസ് ആവാത്തത്. അതിൽ ഏതാണ് കാരണം എന്നുള്ളത് ആദ്യം എൽദോ നോക്കുക. മനസ്സിലായോ? ആദ്യം എൽദോ നോക്കുക. ഒരു പക്ഷെ എന്തായിരിക്കാം മൈൻഡ് കൺട്രോൾ ഉണ്ടാവില്ല, സ്ട്രാറ്റജി കിട്ടില്ല എന്ന് പറഞ്ഞിട്ട് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യും, പെട്ടെന്ന് വേറെ ട്രേഡിലേക്ക് പോകുന്നുണ്ടാവും. അല്ലെങ്കിൽ കിട്ടി കഴിഞ്ഞിട്ട് എന്തായിരിക്കും ഓപ്പോസിറ്റ് പോകുന്നുണ്ടാവും. ഓപ്പോസിറ്റ് പോകാനുള്ള എന്താണ് കറക്റ്റ് ആയിട്ട് അതിന്റെ ആ ഒരു പോയിന്റുകൾ നോട്ട് ചെയ്തിട്ടുണ്ടാവില്ലേ. കാണുമ്പോൾ ഞാൻ മുന്നേ പറഞ്ഞ പോലെ കാണുമ്പോൾ എളുപ്പമാണ്, പക്ഷെ ഇത് എല്ലാം കൂടി ഇത് മൊത്തത്തിൽ ഓവറോൾ മാർക്കറ്റിനെ ബേസ് ചെയ്തിട്ടുള്ള സ്ട്രാറ്റജിയാണ്. അപ്പൊ അത് ഓവറോൾ മാർക്കറ്റ് പഠിച്ചു കഴിയുമ്പോഴാണ് നിങ്ങൾക്ക് ഇതിൽ സക്സസ് റേറ്റ് കൂടുതലാവുള്ളൂ എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ടൊന്ന് അടുത്ത നാളെ, ഇന്നിപ്പോ വീക്കിലി അല്ലേ, നമ്മൾ തിങ്കളാഴ്ച ഇത് 2 ദിവസം ഉണ്ടല്ലോ, 2 ദിവസം ഇരുന്നിട്ടൊന്ന് നോക്കുക. ട്രൈ ചെയ്യാന്നല്ല, ഒന്ന് ആലോചിച്ച് നോക്കുക എവിടെയാണ് മിസ്റ്റേക്ക് പറ്റിയെന്നുള്ളത്. എന്നിട്ട് തിങ്കളാഴ്ച ഒന്ന് നമുക്ക് സംസാരിക്കാം കേട്ടോ ഇതിനെ കുറിച്ചിട്ട്. ഓക്കെ സാർ, എനിക്ക് സ്ട്രാറ്റജിയിൽ പ്രോബ്ലം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. എനിക്ക് പിക്ക് ചെയ്യാൻ പറ്റാത്തതാണ്. ഞാൻ ഈ പറഞ്ഞ കുറെ നേരം നോക്കിയിരുന്ന് കഴിയുമ്പോഴും മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റ് നോക്കിയിട്ട് ഇരുന്ന് ചിലപ്പോ ഒരുപാട് നേരം ഷിഫ്റ്റ് കിട്ടില്ല. പിന്നെ അങ്ങനെ വരുമ്പോ നമ്മള് വരുന്ന സമയത്ത് ഇടയ്ക്കുന്ന് വരച്ചു കഴിയുമ്പോ നോർമലി ഞാൻ കഴിഞ്ഞ ആഴ്ചയിൽ വരച്ചതെല്ലാം ഒന്നെങ്കിൽ റെസിസ്റ്റൻസിന്റെ അടുത്ത് അല്ലെങ്കിൽ സപ്പോർട്ടിന്റെ അടുത്ത്. ഇതിന്റെ ഇൻബിറ്റ്വീൻ ഒരു ടൈമിൽ പോലും ഞാൻ ഇരുന്ന സമയത്ത് എനിക്ക് കിട്ടിയിട്ടില്ല. പിന്നെ എന്താ ഉണ്ടാവുക, സ്ട്രാറ്റജി തന്നെയാണ് എപ്പോഴും തുടങ്ങുന്നത്. പിന്നെ അതൊരു ഡീപ് പുൾ ബാക്കിലേക്ക് വന്നു കഴിയുമ്പോ അപ്പൊ പിന്നെ നോർമലി അവിടെ നിന്നൊരു തിരിച്ചുപോക്ക് ഉണ്ടാവുമെന്ന് തോന്നുമ്പോ ആ ഏരിയയിൽ നിന്നാണ് ഇപ്പൊ ട്രേഡ് നോർമലി ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത്. അല്ലാതെ എനിക്ക് ഇത് പിക്ക് ചെയ്തൊന്നും വന്നില്ല. കുഴപ്പമില്ലല്ലോ, നമുക്കത് ശരി. ഇതിപ്പോ ഓവർനൈറ്റ് കൊണ്ട് റെഡി ആവുന്നതല്ല. കാരണം എന്താ വെച്ചാൽ നമ്മുടെ ഉള്ളിൽ കിടക്കുന്ന, നമുക്ക് തന്നെ അറിയാം, നമ്മുടെ ഉള്ളിൽ കിടക്കുന്ന കുറെ കാര്യങ്ങൾ എടുത്ത് പുറത്തേക്ക് വരാൻ. അപ്പൊ അതൊക്കെ പുറത്തേക്ക് വന്നൊന്ന് കുടഞ്ഞു കളഞ്ഞു കഴിഞ്ഞിട്ട് പിന്നെ പതുക്കെ കയറുകയുള്ളൂ. ഞാനിപ്പോ ഉദാഹരണം പറഞ്ഞില്ലേ, ഷെല്ലി തന്നെ വലിയൊരു ഉദാഹരണമാണ്. ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും ഉദാഹരണമാണ്. കാരണം ഒരു സ്വയം തിരിച്ചറിവ് തുടങ്ങിയ സമയത്ത്, അല്ലെങ്കിൽ തിരിച്ചറിവ് സ്വയം തുടങ്ങുന്ന സമയത്ത് നിങ്ങൾക്ക് അതിനുള്ള കാര്യങ്ങൾ കൂടുതൽ പഠിക്കാൻ ശ്രമിക്കും.
ആ പഠിത്തം ആണ് നിങ്ങൾ എന്ത് ചെയ്യണം മുന്നോട്ട് കൊണ്ടുപോയിട്ട് കാര്യം നിങ്ങൾക്ക് ഒരു പ്രോഫിറ്റബിൾ ട്രേഡ് ആവുന്നത്. ആദ്യം പഠിത്തം നടക്കണം, പിന്നെ പ്രോഫിറ്റബിൾ ട്രേഡ് ആണ്. അതുപോലെ ഞാൻ ഷെല്ലിയുടെ ഉദാഹരണം പറഞ്ഞത്, അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇപ്പൊ കാണാവുന്ന ഒരാളാണ് ആൽവിൻ. ആൽവിൻ തുടങ്ങിയിട്ടുള്ളൂ. എനിക്കിപ്പോ വലിയൊരു മാതൃകയായിട്ട് പറയാൻ പറ്റില്ല, എന്നാലും ഷെല്ലിനെ എനിക്ക് പറയാൻ പറ്റും, ഒരു വലിയ മാതൃകയായിട്ട് പറയാൻ പറ്റും. അപ്പൊ നിങ്ങൾ എല്ലാവരും എന്ത് ചെയ്യുക, കോൺസെൻട്രേറ്റ് ചെയ്യുക, നമുക്ക് ശരിയാക്കി എടുക്കാം. ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ വിടാതിരിക്കുക. അത് എനിക്ക് തോന്നുന്നു എൽദോ ആണ് എന്നോട് പറഞ്ഞു തോന്നുന്നത്, എനിക്ക് പറ്റിയില്ലെങ്കിൽ ഇത് എന്റെ അവസാനത്തെ ശ്രമമാണ്, ഞാൻ അവസാനിപ്പിക്കുന്നു പറഞ്ഞു. ഞാനല്ല, ഞാൻ ഒരിക്കലും പറയുന്നില്ല. ആരും പറഞ്ഞ പോലെ തോന്നി ഇതെന്റെ അവസാന ശ്രമമാണ്. ഞാനും കണ്ടു ഗ്രൂപ്പിൽ അത് കഴിഞ്ഞ ആഴ്ച കണ്ടു. അപ്പൊ അങ്ങനെ പറയരുതെന്ന് പറഞ്ഞ് സാറ് റിപ്ലൈ കൊടുത്തത് ഞാൻ കണ്ടിരുന്നു. പക്ഷെ ഞാനല്ല. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ അങ്ങനെ ഒരു നമ്മളൊരു അണ്ടർലൈൻ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മൈൻഡ് ഓൾറെഡി അതിലേക്ക് പോകും. ഒരു ഹറിബറിയാവും. ഒന്നല്ലേ അവസാനിപ്പിക്കുക, അല്ലെങ്കിൽ എനിക്ക് ഇത് കിട്ടണം എന്നുള്ള ഭയങ്കരമായിട്ടുള്ള വാശിയും കോൺഫിഡൻസും രണ്ടാണ്. അറിയാലോ, കോൺഫിഡൻസും അറിവും വാശി എന്താണ്? വാശിയിൽ അറിവ് ഉണ്ടായിരിക്കാം, പക്ഷെ എന്തായിരിക്കും ഒരു തരം ഭ്രാന്ത് കയറും വാശിയിൽ, അല്ലേ? നമുക്ക് വാശി വരുമ്പോൾ ഭ്രാന്ത് കയറും. അപ്പൊ നമ്മൾ അത് സംഭവിക്കുള്ളൂ. അപ്പൊ അതുകൊണ്ടാണ് ഞാനത് പറഞ്ഞത്. എനിവേ, എൽദോ പേടിക്കാനൊന്നുമില്ല. ഇപ്പൊ പറഞ്ഞ പോലെ ഇതിനും വലുത് എൽദോ കണ്ടിട്ടുണ്ടായിരിക്കും. ഒന്ന് ചിന്തിച്ചാൽ മതി, ഗ്രൂപ്പിൽ വരുന്നേക്കാളും മുന്നേ ചിലപ്പോൾ വലിയ ലോസ്. അതാ ഞാൻ പറഞ്ഞു, ഞാൻ അങ്ങനെ പണ്ടേ നിർത്തിയെന്നെ. അപ്പൊ അതുകൊണ്ട് ഞാൻ അങ്ങനെ ഒരു വേർഡ് ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല. ഇതെല്ലാം ഒരു പ്രോസസ്സാണ്. ബാലൻസ് ചെയ്ത് പോകാൻ വേണ്ടിയിട്ടുള്ള തുടക്കത്തിൽ ബാലൻസ് എന്നല്ല, തുടക്കത്തിൽ ഇപ്പൊ എന്ത് ചെയ്യുന്നു, നിങ്ങൾക്കൊരു ഫെയിലിയർ നിങ്ങൾക്ക് ബാലൻസിലേക്ക് വരും. ഒരു ബാലൻസിലേക്ക് വന്നു കഴിഞ്ഞിട്ടാണ് നിങ്ങൾക്ക് തന്നെ സ്വയം തിരിച്ചറിവുണ്ടാവുക. അപ്പൊ അത് എൽദോയുടെ ക്യാപിറ്റൽ നോക്കുന്ന സമയത്ത് ഒരു 1% പോലും ആയില്ല, ഫൈൻ. പക്ഷെ എന്നാൽ പോലും ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, പേടിക്കേണ്ട, ഇങ്ങനെയുള്ള കാണുന്ന സംഭവങ്ങളൊന്നും പേടിക്കേണ്ട. ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞു. എന്തുകൊണ്ടാണ് ഞാൻ പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഒരു ഡിസിപ്ലിൻ വരണമെങ്കിൽ എന്തുണ്ടായിരിക്കണം, ഒരു രേഖ, നമ്മൾ പറയില്ലേ, ഒരു റിട്ടേൺ മാനുവൽ എന്ന് പറയും, അല്ലേ? റിട്ടേൺ മാനുവൽ. നമ്മൾ എവിടെ പോവാണെങ്കിലും, ഇപ്പൊ ജലത് ഏത് ഫീൽഡിലാണ് വർക്ക് ചെയ്യുന്നത് എനിക്കറിയില്ല, ഏത് ഫീൽഡിലാണെങ്കിലും SOP എന്ന് പറഞ്ഞിട്ടൊരു പരിപാടി ഉണ്ട്, അല്ലേ? അതുണ്ടായിരിക്കും, കേട്ടിട്ടുണ്ടായിരിക്കും. അതെന്ത് റിട്ടേൺ മാനുവൽ എന്ന് പറയുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അത് അങ്ങനെ ചെയ്യാൻ പാടുള്ളൂ എന്നുള്ള എഴുതി വെക്കുന്നത്, അതിന് ഒരുപാട് കാര്യങ്ങളുണ്ട്. കമ്പനിയുടെ സൈഡിൽ നിന്ന് പ്രോഫിറ്റബിൾ ആവാനുള്ള കുറെ കാര്യങ്ങളുണ്ടാവും. അതുപോലെ തന്നെ നമ്മൾ അതനുസരിച്ച് ആക്ട് ചെയ്യാനുള്ള കാര്യങ്ങളുണ്ടാവും. നമുക്ക് ട്രെയിനിങ് പോലും ചെല്ലുന്ന സമയത്ത് തന്നെ എടുക്കുന്ന ട്രെയിനിങ് പോലും SOP ബേസ് ചെയ്തിട്ടുള്ള ട്രെയിനിങ് ആണ് തരുന്നത്, അല്ലെ? അപ്പൊ നമ്മൾ ട്രെയിൻ ചെയ്ത് എടുക്കണമെങ്കിൽ എന്തായിരിക്കണം, നമുക്ക് റിട്ടേൺ ആയിട്ടുള്ള ഒരു മാനുവൽ വേണം. ആ ഒരു മാനുവലാണ് ഒരു സ്ട്രാറ്റജി. ആക്ച്വലി ഈ സ്ട്രാറ്റജി ഞാൻ പ്രത്യേകിച്ച് പറയുന്നത് ഈ സ്ട്രാറ്റജി. അപ്പൊ നിങ്ങൾ നമുക്ക് പറ്റാതെ വരുന്നത്, നമുക്ക് ഇത് പിക്ക് ചെയ്യാൻ പറ്റാതെ വരുമ്പോ നമ്മളെ സ്ലിപ്പ് ചെയ്താൽ പോകും. നമ്മൾ ഇത്രേ ഇരുന്നിട്ട് ട്രേഡ് ഒന്നും കിട്ടാതെ വരുമ്പോ ഓട്ടോമാറ്റിക്കലി അന്നേരം രാവിലെ മുതൽ വൈകുന്നേരം വരെ ഇരുന്നു, നമുക്ക് നമ്മുടെ കണ്ണില് ഇതൊന്നും കാണുന്നില്ല. അപ്പൊ വരുമ്പോ മാത്രം അപ്പൊ ഒരു 1-2 ട്രേഡ് ഇടയ്ക്ക് ഇതിൽ കിട്ടിക്കൊണ്ടിരുന്ന് കഴിയുമ്പോ നമുക്ക് പിന്നെ സ്റ്റിക്ക് ഓൺ ചെയ്യാൻ പറ്റും. ഇത് ഒട്ടും പറ്റാതെ വരുമ്പോഴാണ് ഈ പോകുന്നത്. ശരിയാവും. അത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഒരു കൺഫ്യൂഷൻ ആണ്. ഞാൻ വീണ്ടും പറഞ്ഞൊരു കൺഫ്യൂഷൻ ആണ്. അത് ശരിയാവും. ഇന്ന് ഇഷ്ടം പോലെ കിട്ടിയിട്ടുണ്ട് ട്രേഡ് കിട്ടിയിട്ടുണ്ട്. കിഷോർ എന്ന് വരച്ചിട്ട് ട്രേഡ് നോക്കിയാൽ അറിയാം, നല്ല ക്ലീൻ ആയിട്ട് വരച്ച. കിഷോറിന്റെ ഞാൻ മുന്നും പറയാറുണ്ട്, കിഷോറിന്റെ ട്രേഡുകൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അറിയാം, ക്ലീൻ ആയിട്ടുള്ള ട്രേഡുകളാണ് വരച്ചിടുന്നത്. അതൊക്കെ ഒരൊറ്റ തവണ നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് എന്താ ചെയ്യുക, സ്ട്രാറ്റജിയിലെ ഡൗട്ട് നിങ്ങൾക്ക് മാറി കിട്ടും. കിഷോർ എന്ന് വരച്ചിട്ടുണ്ട് ക്ലീൻ ആയിട്ട്. കിഷോർ കൗണ്ടർ ട്രേഡർ ആണ് എടുത്ത്, ഞാൻ വെച്ചതിന്റെ ഓപ്പോസിറ്റ് ട്രേഡ് ചെയ്യുന്ന കിഷോർ എടുത്തത്. പക്ഷെ അതിൽ കറക്റ്റ് സപ്പോർട്ട് റെസിസ്റ്റൻസ് മാർക്ക് ചെയ്തിട്ടാണ് കിഷോർ എടുത്തത്. എനിക്ക് തോന്നുന്നു എൽദോ ആ സമയത്ത് ഒരു ട്രേഡ് എടുത്തിട്ട് ഇത് അടിച്ചു തോന്നുന്നുണ്ട്, ലോസ് അടിച്ചു തോന്നുന്നത്. എൽദോ വേറെ ആരോ അല്ല, ഫ്രെഡിയാണോ? ഞാൻ സാറ് പറഞ്ഞ ആ ട്രേഡിന്റെ തന്നെയായിരുന്നു. ഞാൻ വേറെ ട്രേഡ് എടുത്തില്ല അതുകൊണ്ട്, കാരണം അതിപ്പോ ഈവനിങ് ആയപ്പോഴല്ലേ ക്ലോസ് ആയത്. അത് സെയിം കണ്ടിന്യൂ ചെയ്തിരിക്കുകയായിരുന്നു. ഓക്കെ, അപ്പൊ ഇനി ഈവനിങ് നമുക്ക് ഇത് ജസ്റ്റ് ഒന്ന് അവസാനിപ്പിക്കാം. ഈവനിങ് ഈ പറഞ്ഞ വീക്കിലി അനാലിസിസ് അവസാനിപ്പിക്കാം. വീക്കിലി അനാലിസിസ് അവസാനിപ്പിക്കുന്നതിനേക്കാൾ മുന്നേ നമുക്ക് എല്ലാ തവണയും ചോദിക്കുന്ന പോലെ 25% മുകളിൽ ഈ തവണ പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്ത് ആരൊക്കെയുണ്ട് ഒന്ന് നോക്കിയേ, കൈ വന്നിച്ചേ. 25% മുകളിൽ ആരെ കണ്ടല്ലോ ഞാൻ? ആരാണ്? അനീഫ ചെയ്തിട്ടുണ്ട്. എല്ലാ തവണയും പോലെ അനീഫ ചെയ്തിട്ടുണ്ട്. അനീഫ കൺസിസ്റ്റന്റ് ആയിട്ട് 25% മുകളിൽ 36-37 കണ്ടാണ് ഇട്ടിരിക്കുന്നത്, അല്ലെ? 36-37% ആണ് കിട്ടിയിട്ടുണ്ട്. കണ്ടിന്യൂ ചെയ്യാൻ അനീഫ, കാരണം എന്ന് വെച്ചാൽ ചെറിയൊരു മൈൻഡ് സെറ്റ് അല്ല ഉണ്ടാക്കിയിരിക്കുന്നത്. ആ ഒരു മൈൻഡ് സെറ്റിലേക്ക് തന്നെ കണ്ടിന്യൂ ചെയ്യാം. കൂടുതൽ പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യട്ടെ. പക്ഷെ അറിയാവുന്നതാണ് അനീഫാക്ക്, കാരണം എന്താണ്, കൂടുതലേക്ക് വല്ലാണ്ട് കോൺസെൻട്രേഷൻ, നമ്മൾ ഹറിബറി അല്ല ആവേണ്ടത്. ഈ ഇതിലിങ്ങനെ കോൺസെൻട്രേറ്റ് ചെയ്ത് പതുക്കെ കൂട്ടി വരികയാണെന്നുള്ളത് അനീഫാക്ക് തന്നെ അറിയാം. അപ്പൊ ഞാൻ കൂടുതൽ പറയുന്നില്ല. 25%, 37%, 31% എന്നാണ് പറയുന്നത്. ഇപ്പൊ ഈ വീക്കിലെ പെർഫോമർ എന്ന് പറയുന്ന ആൾ അനീഫയാണ്. എല്ലാവർക്കും നല്ലൊരു എല്ലാ ആഴ്ചയിലും കഴിഞ്ഞ 3 ആഴ്ചയിലെ പോലെ തന്നെ വളരെ നല്ല രീതിയിൽ പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്ത ഒരാളാണ് അനീഫ. അപ്പോ കുറച്ച് കഴിയുമ്പോൾ അനീഫാക്ക് തന്നെ ബോറടിച്ചു തുടങ്ങും. എല്ലാ ആഴ്ച ഇങ്ങനെ വീക്കിലി പെർഫോമർ ആയി കിട്ടുക,
സെലക്ട് ചെയ്ത സമയത്ത്. അപ്പോൾ ആൾക്കാർ ഇത് മാറ്റി പിടിക്കുക, ഹരീഫാനെ ഒന്ന് തകർക്കാൻ വേണ്ടിയിട്ട് ഒന്നൊരു ശ്രമം നടത്തുക. എന്ന് വെച്ചാൽ പിടുത്തമിട്ട ശ്രമമല്ല ഞാൻ പറഞ്ഞത്, നല്ല രീതിയിൽ സ്ട്രാറ്റജിയിൽ സ്റ്റിക്ക് ഓൺ ചെയ്ത് നല്ല രീതിയിൽ ഇത് ചെയ്തിട്ടൊന്ന് ശ്രമിക്കുക. ഓക്കെ, ഇനി ഒരു 15 to 20 ഇടയിലുള്ള ആളുകൾ ആരൊക്കെയാണ്? വൈശാഖൻ കിട്ടിയിട്ടുണ്ട്. വൈശാഖത്തിന് 16 കിട്ടിയിട്ടുണ്ട്. അപ്പൊ വൈശാഖൻ കഴിഞ്ഞ തവണ വേറെ ആരും സിനിയ കണ്ട് കാണിച്ചിരുന്നു. ഇപ്പൊ സിനി ഇല്ലാന്ന് തോന്നുന്നുണ്ട്. വൈശാഖൻ സിനി ഉണ്ടോ ഇത്തവണ ഉണ്ടോ? 15 to 20% കിട്ടിയിട്ടുണ്ടോ? സാർ നമുക്ക് കിട്ടിയിട്ടുണ്ട്. കിട്ടിയിട്ടുണ്ടോ? ആ കഴിഞ്ഞ പ്രാവശ്യം 16ന്റെ അടുത്തായിരുന്നു, ഇപ്രാവശ്യം 20ന്റെ അടുത്തൊക്കെ കിട്ടിയിട്ടുണ്ട്. കിട്ടിയിട്ടുണ്ടല്ലേ? ഓക്കെ ആ ഓക്കെ ഓക്കെ. അപ്പൊ രണ്ടാൾക്ക് കിട്ടിയിട്ടുണ്ട്. വൈശാഖനും സിനിയും തന്നെയാണ് കഴിഞ്ഞ തവണ. എനിക്ക് തോന്നുന്നു ആ റേഞ്ചിനുള്ളിൽ 15-60. വൈശാഖന് 15 to 20 രണ്ടുപേരും തന്നെയായിരുന്നു. ഇത്തവണയും കിട്ടിയിട്ട് കൺസിസ്റ്റന്റ് ആയിട്ട് എടുക്കാൻ പറ്റിയിട്ടുണ്ട്. അപ്പൊ കണ്ടിന്യൂ ചെയ്യാൻ തുടർന്ന് തന്നെ പോട്ടെ, കൺസിസ്റ്റന്റ് ആയിട്ട് ഇടാം. രണ്ടാളും കൂടിയാണ് പറയുന്നത്. അറിവറിയൊന്നും വേണ്ട, നല്ല രീതിയിൽ സ്റ്റിക്ക് ഓൺ ചെയ്തിട്ട് തന്നെ എടുക്കാം. ഇനി ഓക്കെ, 5 to 10 ഇത്തവണ കുറച്ചധികം പേരുണ്ടല്ലോ. ആരൊക്കെ ഉണ്ട്? കഴിഞ്ഞ തവണ അത് കുറവായിരുന്നു. ഷെല്ലി ഉണ്ട്, 8% ഉണ്ട്. ഹരികൃഷ്ണൻ 8 point something കണ്ടു. 2 പേരുള്ളൂ, വേറെ ഉണ്ടായിരുന്നല്ലോ. ഇപ്പൊ 2 പേരുള്ളൂ. 5 to 10 കുഴപ്പമില്ല. അപ്പൊ ഞാൻ നിങ്ങളോട് രണ്ടാളോടൊന്നും പറയാം, ഷെല്ലിനോട് പ്രത്യേകിച്ച് ഒന്നും പറയില്ല, ഹരികൃഷ്ണനോട് ഇത് കണ്ടിന്യൂ ചെയ്യാം. കാര്യമായിട്ട് ഐ മീൻ വല്ലാണ്ടൊരു ഓവർ ആയിട്ടുള്ള ഒരു സ്ട്രെസ് കൊടുത്തിട്ടോ അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് ഫോക്കസ് ചെയ്തിട്ടോ ട്രേഡ് എടുക്കാതിരിക്കുക. കാരണം നിങ്ങൾക്ക് കിട്ടുന്ന ഒരു പ്രോഫിറ്റ് 8% എന്ന് പറഞ്ഞാൽ ചെറിയൊരു ഇതല്ല. 8.8 8.7 കണ്ട ഞാൻ കണ്ടത്. അപ്പോൾ അത് ചെറിയ ഇതല്ല, അതിലേക്ക് തന്നെ കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് പോവാം. ഇനി ഡെഫിനറ്റ്ലി 2.5% ആൻഡ് അബോ 5 വരെ ആരാളുള്ളത്? കുറെ പേരുണ്ടാവല്ലോ. 2.5%ന്റെ മുകളിൽ സർഫ്രാസോ ആളെ പറ്റിക്കാനാണോ കൈകൊണ്ടിരിക്കുന്നത്? അല്ല അല്ല. നമ്മുടെ സ്ട്രാറ്റജി പ്രകാരം 2.5% എടുത്തുന്നോ? യെസ്. ഓക്കെ ശരി. ആകെ കൺഫ്യൂഷൻ ആയിട്ട് നിൽക്കുന്ന പോലെയാണ് കണ്ടിരുന്നത്. 2.5% കിട്ടിയിരുന്നോ? 3% ഉണ്ട്. ആക്ച്വലി ട്രേഡ് കുറവായിരുന്നു എനിക്ക്. മന്ത് എൻഡ് ഞാനും സെയിൽസിലാണ്. മന്ത് ബിഗിനിങ് കുറച്ച് തിരക്കായതുകൊണ്ട് ട്രേഡ് കുറവായിരുന്നു. ടോട്ടൽ ലാസ്റ്റ് വീക്ക് കംപ്ലീറ്റ് ലോസ് ആയിരുന്നു. ഒന്നും പിടുത്തം കിട്ടിയിട്ടില്ലായിരുന്നു. ചുമ്മാ വരയ്ക്കുക എടുക്കുക ലെവലിലായിരുന്നു. അപ്പൊ അതിൽ നിന്ന് കുറച്ച് റിക്കവർ, ഓൾമോസ്റ്റ് 8% ലോസ് ആയിരുന്നു ലാസ്റ്റ് വീക്ക്. അപ്പം ഈ വീക്കില് ടോട്ടല് 2 or 3 ട്രേഡ്സ് എടുത്തിട്ടുള്ളൂ. 3 ട്രേഡ്സ്, 1 ബ്രേക്ക് ഇവനായി, 2 മറ്റേ ട്രേഡ് സക്സസ് ആയിരുന്നു. അപ്പം 3% ഉണ്ട്. യുദ്ധഭൂമിയിലെ പുതിയ പഠനം സ്വാഗതം. ഞാൻ ഇടയ്ക്ക് സംസാരിക്കാത്തത് വൈകിട്ട് 6:30 ഓഫീസ് നല്ല ജിമ്മിൽ നിന്ന് ഇറങ്ങുക. അപ്പം വണ്ടിയിലായിരിക്കും കൂടുതലും. അപ്പം അതുകൊണ്ടാണ് ഈ സംസാരിക്കാൻ പറ്റാത്തത്. ഡിസ്റ്റർബ് ആവും. ഇപ്പം പിന്നെ ഇന്ന് ജിമ്മിൽ പോയില്ല, നേരിട്ട് വീട്ടിലേക്ക്. ബിരിയാണി ഓഫ് ഡേ ആണല്ലോ അല്ലേ? അല്ല, ഇന്ന് ഓഫ് അല്ല, നാളെ മറ്റന്നാൾ. അതെ അതെ. അതിന് ജ്യേഷ്ഠന് ചെറിയൊരു അസുഖമായിട്ട് അങ്ങനെ പുള്ളിനെ കാണിക്കാൻ പോയതായിരുന്നു. അപ്പൊ പെട്ടെന്ന് വന്നു. ഓക്കെ. അബ്ദുൾ റഷീദ് പറഞ്ഞ പോലെ അബ്ദുൾ റഷീദ് ഭയങ്കര കൺഫ്യൂഷൻ ആയിട്ടാണ് വരച്ചിടുന്ന പോലെ എനിക്ക് തോന്നിയത് പേഴ്സണലി. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ആക്ച്വലി ചോച്ച് എന്ന് പറഞ്ഞത് സ്ട്രക്ചർ ചേഞ്ചിങ്ങിന്റെ ബിഗിനിങ്ങിൽ വരുന്നതാണ്. ഐ മീൻ സ്ട്രക്ചർ ഷിഫ്റ്റ് എന്ന് പറയും. സ്ട്രക്ചർ ഷിഫ്റ്റ് തന്നെയാണ് ചോച്ചിനെ പറയാം. പിന്നെ വരുന്നൊക്കെ സ്ട്രക്ചർ ബ്രേക്ക് എന്ന് പറയും. അത് ഞാൻ ക്ലാസ്സിൽ എടുത്തുതരാം, ജസ്റ്റ് അറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ചോച്ച് എല്ലായിടത്തും വരച്ചു വെക്കാൻ പാടില്ല. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് അറിയാവുന്ന ഒരു സിംഗ് ബ്രേക്ക് എന്ന് എഴുതിയാൽ മതി കേട്ടോ. ഓക്കെ. അത് മനസ്സിലാവാൻ, അത് പെട്ടെന്ന് ഇങ്ങനെ വരച്ചു വെക്കുന്നവര് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ചെയ്തതാണത്. അതാണ് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഇപ്പോ കോൺഫിഡന്റ് തോന്നി തുടങ്ങിയോ വീണ്ടും ചോദിക്കും. പുതിയ ഒരാളാണ്. അപ്പൊ ഈ ഒരു ഇതിൽ വരുന്ന ഫസ്റ്റ് ടൈം വരുമ്പോ തന്നെ ഒരു പക്ഷെ നമുക്കൊരു കഴിഞ്ഞ ആഴ്ച 8% നഷ്ടപ്പെട്ടിരുന്നു. അപ്പൊ അതിൽ 3% ഇത്തവണ തിരിച്ചു പിടിച്ചു എന്ന് പറയുമ്പോൾ നമുക്കൊരു സുഖം അല്ലെങ്കിൽ സന്തോഷമൊക്കെ തോന്നും. പക്ഷെ അതൊരു കോൺഫിഡന്റിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റിയോ? അത് തീർച്ചയായിട്ടും ഒരുപാട് ട്രേഡ് കിട്ടുന്നുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ഈ തിരക്കായത് കാരണം ഞാൻ ഇന്നലെ തന്നെ ഒരു ട്രേഡ് വരച്ചു വെച്ചു. അതായത് നമ്മൾ ചില സമയത്ത് ഈ 3rd ടച്ചിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നവരായിരിക്കും എന്തെങ്കിലും ഒരു കോള് വരിക. അപ്പൊ അതുകൊണ്ടാണ് ചില സമയത്ത് ട്രേഡ് എനിക്ക് മനസ്സിലായ കാര്യങ്ങൾ. കഴിഞ്ഞ വീക്കിൽ എന്താണ്ടൊക്കെ കുറെ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്നാണ്. അതിൽ നിന്ന് കുറെ കാര്യങ്ങൾ ചെയ്തു. പിന്നെ വീഡിയോസ് ഞാൻ എല്ലാ ദിവസവും വീണ്ടും വീഡിയോസ് കാണും. ചില സമയത്ത് ഒരു പ്രാവശ്യം പറഞ്ഞാലൊന്നും മനസ്സിലാവുന്ന ആളൊന്നുമല്ല ഞാൻ. യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്ന തന്നെ ഭയങ്കര കാര്യമാണത്. ഓക്കെ, എന്തായാലും ഞാൻ കൂടുതൽ സംസാരിപ്പിക്കുന്നില്ല. ആൽവി ഇങ്ങനെ കൈപൊന്നിച്ചൊക്കെ നിന്ന് കഴിക്കുന്നുണ്ട്. ആക്ച്വലി നമ്മൾ ഈ വീക്ക്ലി അനാലിസിസിന്റെ ഇടയിൽ ഒരു ഔട്ട് ഓഫ് ടോപ്പിക്കായി, ഔട്ട് ഓഫ് ബോക്സ് ആയി. കുഴപ്പമില്ല, നമുക്ക് എല്ലാവർക്കും അറിഞ്ഞിരിക്കണ്ടല്ലോ.
എനിവേ ഓക്കെ ആൽവിൻ ഓക്കെ ആൽവിൻ ആൽവിനോട് പറഞ്ഞ പോലെ തന്നെ ഒന്നും പറയാനില്ല. ആൽവിൻ അടുത്ത ആഴ്ചത്തെ എന്താന്ന് പറഞ്ഞാൽ മതി. അടുത്ത ആഴ്ചത്തെ എന്താണ് ഉദ്ദേശിക്കുന്നത്? അടുത്ത ആഴ്ച ഞാൻ മെയിനായിട്ട് ഫിയർ ഫൈറ്റ് ആണ്. എനിക്ക് പേടി ഒന്ന് മാറ്റണം. അതിനുവേണ്ടി ഞാൻ അടുത്ത ആഴ്ച മീൻസ് ഈ മാസം മുതൽ ഞാൻ ക്യാപിറ്റൽ കുറച്ച് കൂട്ടിയിട്ടുണ്ട്. പിന്നെ ടാർഗറ്റും മന്ത്ലി 2.5 നിന്ന് അപ് ടു ഒരു 4 വരെ പ്രോഗ്രസീവായ രീതിയിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ Progressive target. ടാർഗറ്റ് ഒരു പ്രോഗ്രസീവ് ടാർഗറ്റ് ആ രീതിയിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ലാസ്റ്റ് 2 വീക്ക് പറഞ്ഞ പോലെ തന്നെ ട്രേഡ് ഔട്ട് സ്ട്രാറ്റജി മാത്രം നോക്കുള്ളൂ. എനിക്ക് അധികം ട്രേഡ് കിട്ടണ്ട. ട്രേഡ് ഔട്ട് സ്ട്രാറ്റജി ആഴ്ചയിൽ എനിക്ക് 3 എണ്ണം കിട്ടിയെങ്കിൽ 3 എണ്ണം മതി. മതി. ഓക്കെ അത്രയും മതി. അപ്പൊ ആ 3 ടാർഗറ്റ് വേണ്ട, 2 ടാർഗറ്റ് കിട്ടിയാൽ മതി. ആഴ്ചയിൽ 5 ദിവസത്തിൽ എനിക്ക് ട്രേഡ് ഔട്ട് സ്ട്രാറ്റജി 2 പ്രാവശ്യം കിട്ടിയാൽ മതി. അപ്പൊ 2 ട്രേഡിൽ എനിക്ക് ഈ പറഞ്ഞ പോലെ സുഖമായിട്ട് 6-8 ശതമാനം സിമ്പിൾ ആയിട്ട് അടിക്കാൻ പറ്റും. ഓക്കെ അപ്പൊ ഓക്കെ അത് ആ ഒരു ഇതില് സെറ്റ് ചെയ്തേക്കാം. ഓക്കെ 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 വെരി ഗുഡ് വെരി ഗുഡ്. നേരത്തെ ഞാൻ പറഞ്ഞല്ലേ ഞാൻ പറഞ്ഞ ആൽവിൻ അത് ചെയ്യുന്ന അല്ലെങ്കിൽ പറയുന്ന സമയത്ത് കോൺഫിഡന്റ് കാര്യങ്ങളിൽ കാണുന്നുണ്ട്. അത് വരട്ടെ, അടുത്ത ആഴ്ചകളിലൊക്കെ വരട്ടെ, കൺസിസ്റ്റൻസി വരട്ടെ. അതിനല്ല എല്ലാവരും ഇവിടെ ഇരിക്കുന്നത് അല്ലെ? കൺസിസ്റ്റൻസി വരട്ടെ കേട്ടോ. ഓക്കെ, അപ്പോ നമ്മൾ ഏകദേശം ഈ ആഴ്ചത്തെ ഇത് അവസാനിപ്പിക്കുകയാണ്, അനാലിസിസ് അവസാനിപ്പിക്കുകയാണ്. എന്തെങ്കിലും വിട്ടുപോയെന്നുള്ളത് എനിക്ക് ഓർമ്മയില്ല. എന്തായാലും ഞാൻ ജസ്റ്റ് പറഞ്ഞു പോയിട്ടാണ്. അപ്പോ ഈ ആഴ്ച എനിക്കറിയാം പരാജയപ്പെട്ടവരുണ്ടാവും, വിജയിച്ചവരുണ്ടാവും. ട്രേഡിംഗിൽ ഇതെല്ലാം ഭാഗമാണ്. പരാജയം, വിജയം ഇതൊക്കെ ഭാഗമാണ്.